വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ സുഹൃത്തുക്കളെ, നമ്മളൊക്കെ ചെറുപ്പം മുതൽ കുഞ്ഞുനാളിലെ കേട്ടുവരുന്ന കുറച്ച് കള്ളങ്ങളുണ്ട്. അതായത് സലഫികൾക്കെതിരെ നമ്മുടെ സമസ്തക്കാർ പറയുന്ന ഒരു 15 കള്ളമാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പോകുന്നത്. അതായത് നാം ഏവരും മുസ്ലിമായി ജനിക്കാനുള്ള ഭാഗ്യം ലഭിച്ച ആളുകളാണ്. നമ്മൾ യഥാർത്ഥ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ ഇന്നും നമ്മൾ ആരും ശ്രമിച്ചിട്ടില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. 15 കള്ളങ്ങള് വളരെ വ്യക്തമായി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോവുകയാണ്. അതായത് ഈ പറയുന്നത് ഒരു ദിവസമെങ്കിലും നിങ്ങളൊന്ന് നെഞ്ഞത്ത് രാത്രി ഉറങ്ങുമ്പോൾ ഒന്ന് കൈ വെച്ചിട്ട് എന്തിനാണ് നമ്മൾ ഈ സലഫി പ്രസ്ഥാനത്തിനോട് അതായത് അവരെ കാണുമ്പോൾ തന്നെ നമ്മളൊരു ഭീകരവാദികളെ പോലെയും താടി വെച്ച കള്ളന്മാരാണ്, അവര് കയറിയ ബസ്സിൽ കയറരുത്, പിന്നെ ഭക്ഷണം കഴിച്ചതിന്റെ ബാക്കി കഴിക്കരുത്, അതുപോലെ തന്നെ അവരോട് സലാം പറയരുത്, ഇങ്ങനെയുള്ള ആചാരങ്ങൾ കുഞ്ഞുനാളിൽ തന്നെ നമ്മളെ തലച്ചോറിൽ കയറ്റി വെച്ച് തന്ന നമ്മുടെ നാട്ടിലെ മൊല്ലാക്കമാർ ഉസ്താദുമാർ. ചിന്തിച്ചു നോക്ക് സുഹൃത്തുക്കളെ, എത്ര കാലമായി 30 വർഷമായിട്ടും സലഫികളോട് മുണ്ടാത്ത ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്ക്. ഓരോ റമളാൻ മാസം വരുമ്പോഴും നമ്മളെല്ലാവരും നമ്മുടെ ചെറിയ തെറ്റുകൾ പോലും നമ്മുടെ സുഹൃത്തുക്കളോടും കുടുംബക്കാരോടുമെല്ലാം പറഞ്ഞ് പൊരുത്തപ്പെട്ട് മാപ്പ് പറയാറുണ്ട്. പക്ഷേ നമ്മൾ അറിയാതെ പോകുന്ന ഒരു തെറ്റുണ്ട്. നമ്മുടെ പ്രസവം മുതൽ നമ്മൾ മരണം വരെയും ഈ സലഫി പ്രസ്ഥാനത്തിനെ നമ്മൾ കളിയാക്കുകയും പുച്ഛത്തോടെ കാണുകയും ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം നൂറ്റാണ്ടുകളായി. ഇസ്ലാമിൽ കേരളത്തിൽ ആദ്യമായി ദീന് കൊണ്ടുവന്നത് മുജാഹിദ് പ്രസ്ഥാനമാണ് എന്ന് നാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മാലിക് ദീനാർ റഹിമഹുല്ലാഹു ആദ്യമായി ദീന് കൊണ്ടുവന്ന സമയത്ത് ഇന്ന് നമ്മുടെ ഈ സമസ്തക്കാർ ആചരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം കാണാൻ സാധിക്കുമോ സുഹൃത്തുക്കളെ? പിന്നീട് എവിടെന്നങ്ങോട്ടാണ് ഈ സലഫികളെ കുറ്റം പറഞ്ഞുകൊണ്ട് അവർ ചെയ്യുന്നത് ബിദ്അത്താണെന്നും നിങ്ങൾ ചെയ്യുന്നത് ബിദ്അത്തല്ല എന്നും ജനങ്ങളെ കൊണ്ട് പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് കാലങ്ങളായി ഈ സമസ്ത എന്ന പ്രസ്ഥാനം ഇവർക്കെതിരെ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്റെ ഉമ്മമാരെ, ഉപ്പമാരെ, ഈ സഹോദരനടക്കം, അതായത് എന്റെയും 30 വർഷം നഷ്ടപ്പെട്ടു കഴിഞ്ഞത് ഈ ഒരു പാവങ്ങളുടെ, അതായത് ഈ സലഫികളുടെ എന്താണ് ഇവരെ ആശയം എന്ന് നാം ഒരു തവണ പോലും നമ്മൾ മനസ്സിലാക്കിയില്ല. എനിക്കിത് മനസ്സിലാവാൻ ആദ്യമായി സൗദി അറേബ്യയിൽ പോകേണ്ടി വന്നു. അതായത് വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജന്മദിനം അവിടെ കാണാൻ സാധിക്കില്ല. നാം ഏവർക്കും ഉണ്ടാകുന്ന സംശയം തന്നെയാണത്. അവിടെ ചെല്ലുമ്പോൾ നബിദിനാഘോഷമോ മൗലിദ് പാരായണമോ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അവിടെ കാണാൻ സാധിക്കാറില്ല. എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കും. പിന്നീട് നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനോട് പറഞ്ഞ് മനസ്സിലാക്കും. അതായത് നമ്മുടെ നാട്ടിലെ ഉസ്താദുമാർ പൊട്ടന്മാരൊന്നുമല്ലല്ലോ, അവർക്ക് ഖുർആൻ അറിയുന്നവരല്ലേ. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, സൗദി അറേബ്യക്കാര് പൊട്ടന്മാരാണോ? അല്ലല്ലോ സുഹൃത്തുക്കളെ, അവർക്കല്ലേ നമ്മെക്കാട്ടിലും ദീൻ അറിയുക. വിശുദ്ധ ഖുർആൻ എങ്ങനെയാണോ അതിലെ ഓരോ ആയത്തുകളും വ്യക്തമായി നമ്മളെക്കാട്ടിൽ വ്യക്തമാകുന്നത് ആർക്കായിരിക്കും? ആ നാട്ടിൽ ജനിച്ചു വളർന്ന ആളുകൾക്കാവില്ലേ. എന്നിട്ട് നമ്മുടെ ഈ കേരളത്തിലെ സമസ്ത എന്ന പ്രസ്ഥാനം മാത്രം നന്നു എന്നും ബാക്കിയുള്ള എല്ലാവരും വിഡ്ഢികളാണെന്നും ഇവർ പറഞ്ഞു പരത്തുന്നു. സൗദി അറേബ്യയിലുള്ളവർ വഹാബികളാണത്രേ. എന്നിട്ട് അവരുടെ സാലറിയും പറ്റി ഇവിടെ വലിയ വലിയ മാളികകൾ പണിതുകൊണ്ട് സലഫികളെ കുറ്റവും പറഞ്ഞുകൊണ്ട് ഇവിടെ ജീവിക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ ഇവർക്ക് ഈ പരാതികളൊന്നുമില്ലല്ലോ. ഇവിടെ നിന്നും ഒരാൾ സൗദി അറേബ്യയിലേക്കോ അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിലേക്കോ പോകുമ്പോൾ ഈ നാട്ടിലെ ഉസ്താദിന് 500 600 കൊടുത്ത് പ്രാർത്ഥിച്ചിട്ടാണ് പോകാറ്. എന്തുകൊണ്ടാണ് തിരിച്ചു വരുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു പ്രാർത്ഥന നടത്താത്തത്? ചിന്തിച്ചു നോക്കൂ. ഇങ്ങനെയുള്ള ഓരോരോ ആചാരങ്ങൾ എടുത്തു നോക്കൂ. അപ്പോൾ നമുക്ക് മനസ്സിലാകും സലഫികളായിരുന്നു ശരിയെന്ന്. നമ്മുടെ ഉമ്മകാരണന്മാര്, നമ്മുടെ വല്യപ്പമാരെല്ലാം ഈമാൻ കിട്ടാതെയാണോ മരിച്ചു പോയത് എന്ന് നാം ഓരോരുത്തർക്കും മനസ്സിലാക്കേണ്ടി വരും. സത്യം ഇതല്ലേ സുഹൃത്തുക്കളെ? ഇസ്ലാമിൽ ഇവർ ചെയ്യുന്ന ഏത് കാര്യമാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതിലുള്ളത്? വിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ച ഒരു കാര്യമാണ് തൗഹീദ്. അതായത് ശിർക്കിനെ കുറിച്ചുള്ള ആയത്തുകൾ വിശുദ്ധ ഖുർആൻ തപ്പി നോക്കിക്കഴിഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹയിലെ 5-ാമത്തെ ആയത്ത് മുതൽ ഏറ്റവും ചെറിയ അധ്യായമായ ഇന്നാ അഅതൈനാകൽ കൗസർ, അതായത് കൗസർ സൂറത്ത് വരെ അല്ലാഹു തആല ശിർക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അറിവിനെ കുറിച്ച്, ബലിയെ കുറിച്ച്, അള്ളാഹുവിന്റെ പേരിൽ മാത്രമേ നേർച്ച സംഭവങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്ന് അല്ലാഹു തആല മനസ്സിലാക്കി തരുന്നുണ്ട്.
എന്തുകൊണ്ടാണ് എന്റെ ഉമ്മത്തീങ്ങളെ നിങ്ങൾ ആരും ഈ സത്യം മനസ്സിലാക്കാതെ പോകുന്നത്? ആരാണ് നമ്മെ ഉപദ്രവിച്ചത്? ഏത് സലഫികളാണ് നമ്മെ ഉപദ്രവിച്ചത്? ഒന്ന് ചിന്തിച്ചു നോക്കി എന്റെ ഉമ്മമാരെ. നമ്മളെല്ലാം ചെറുപ്പം മുതൽ ഏതെങ്കിലും ഒരു മുജാഹിദീങ്ങൾ വന്നിട്ട് നിങ്ങളെ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തിയതായി കാണാൻ സാധിക്കുമോ? അവർ പറയുന്ന ഒരേ ഒരു കാര്യം തൗഹീദല്ലേ. നിങ്ങൾ പറയും അവർ 8 വിഭാഗമായി, 10 വിഭാഗമായി, 15 വിഭാഗമായി എന്ന്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്ക്. 29ഓളം വിഭാഗമാണ് ഈ കേരളത്തിലെ സമസ്തക്കാർ ഇപ്പോൾ. നിങ്ങൾ ഏതെല്ലാം പേരിലാണ് നിങ്ങൾ? എത്ര തരീക്കത്തുകളാണ് നിങ്ങൾക്ക്? എന്തെല്ലാം തരീക്കത്തുകൾ? ഒന്ന് ചിന്തിച്ചു നോക്ക്. നിസ്കാരം പോലുമില്ലാതെ ജുമയ്ക്ക് പോലും പള്ളിയിൽ പോരാത്ത ആളുകളാണ് ഇന്ന് സമസ്തയുടെ മെയിൻ തരീക്കത്തിലുള്ളത്. കണ്യാനമൂല തരീക്കത്ത്, ഇങ്ങനെയുള്ള തരീക്കത്തുകൾ നിറഞ്ഞു കിടക്കുകയാണ്. ഓരോ ദിവസം തോറും ഓരോ തരീക്കത്തുകളാണ് പുതിയതായി ഇവർ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. കുരിയയിൽ നടന്ന ഒരു സമ്മേളനം നാം ഏവരും കാണുകയുണ്ടായി. അവിടെ സമസ്തയുടെ നേതാവ് തന്നെ പറയുകയാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കളെല്ലാം കുനിയയിൽ വന്നിട്ടുണ്ട് എന്ന്. ഒന്ന് ചിന്തിച്ചു നോക്ക്. അള്ളാഹുവിന്റെ കരളിന്റെ കഷ്ണമായ, അള്ളാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീവി പോലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ ഒരു പ്രാവശ്യം വന്നിട്ടില്ല. ഫാത്തിമ ബീവിയുടെ അടുക്കൽ പ്രവാചകൻ വന്നിട്ടില്ല. ഇവർ ആരും എങ്ങോട്ടും പോയിട്ടില്ല. മരണപ്പെട്ട് കഴിഞ്ഞവർ, വഫാത്തായവർ ഖബറിൽ കിടക്കും എന്ന് തന്നെയാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ വ്യക്തമാക്കുന്നത്. അള്ളാഹു തആല സൂറത്ത് യൂനുസിലൂടെ പറയുന്നില്ലേ, ഖബറിലുള്ളവരെ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ സാധിക്കില്ല, ഇനി അഥവാ കേട്ടാലോ അവർക്ക് ഉത്തരം നൽകാനും സാധിക്കില്ല എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നില്ലേ? എന്താണ് നാം ഇത് മനസ്സിലാക്കാത്തത്? എന്നിട്ട് ഇപ്പോഴും റമളാൻ മാസം വരുമ്പോൾ പോലും ഈ സലഫി പ്രസ്ഥാനത്തിനോട് നമ്മൾ കാണിക്കുന്ന ഈ അകൽച്ചയുണ്ടല്ലോ, മാരകമായ വിപത്താണ്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളും എല്ലാ സൽക്കർമ്മങ്ങളും ബാത്തിലായി പോകുന്ന കാര്യം. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ പകർത്തുന്ന മുജാഹിദുകളോട് നിങ്ങൾക്ക് എന്താണ് ഇത്ര ദേഷ്യം? ഈ ദേഷ്യം ഉണ്ടാവാനുള്ള കാരണം എന്താണെന്നാണ് നാം പരിശോധിക്കുന്നത്. ഒന്നാമത് ഞാൻ പറഞ്ഞില്ലേ, സലഫികൾ പുതിയ മതം ഉണ്ടാക്കിയവരല്ല ഉമ്മമാരെ. സലഫികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹാബികൾക്ക് പറയുന്ന പേരാണ്. സലഫി എന്നാൽ പുണ്യപൂർവികർ എന്നാണ് അതിന്റെ അർത്ഥം. ഖുർആനിലേക്കും പ്രവാചക ചര്യയിലേക്കും ജനങ്ങളെ തിരികെ വിളിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തത് പറയട്ടെ, ഔലിയാക്കളെയും അമ്പിയാക്കളെയും ആദരിക്കുന്നില്ല എന്ന്. ആരാണ് ഔലിയാക്കളെ ആദരിക്കുന്നത്? ആരാണ് ഔലിയാക്കളെ സ്നേഹിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഞാൻ ഇവിടെ വ്യക്തമാക്കി തരാൻ പോവുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നമ്മുടെ മുസ്ലിം വീടുകളിൽ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ നമ്മൾ പാരായണം ചെയ്തു പോന്നിരുന്ന ഒരു ബൈത്ത് ഉണ്ടായിരുന്നു. എന്താണ് ആ ബൈത്തിന്റെ പേര്? മുഹീദ്ദീൻ മാല. ഖുർആൻ തന്നെയാണ് മുഹീദ്ദീൻ മാല എന്ന് ആണ് നമ്മൾ ഓരോരുത്തരും വിശ്വസിച്ചു പോന്നിരുന്നത്. അല്ലയോ ഉമ്മമാരെ, അല്ലയോ പെങ്ങന്മാരെ, എവിടെ പോയി ഇന്ന് മുഹീദ്ദീൻ മാല? ആരുടെ സംസാരം കൊണ്ടാണ് ഈ മുഹീദ്ദീൻ മാല ഈ നാട്ടിൽ നിന്നും എടുത്തു കളഞ്ഞത്? എന്തുകൊണ്ടാണ് ഇന്ന് മഗ്രിബുകളുടെയും ഇശാഇന്റെയും ഇടയിൽ സമസ്തക്കാരുടെ വീട്ടിൽ ഇത് പാരായണം ചെയ്യാത്ത? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് മുജാഹിദീങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇന്ന് ഇങ്ങനെയുള്ള മാലമൂലുകളെല്ലാം എടുത്തു വലിച്ചെറിയാൻ തുടങ്ങിയത്. കാരണം ഇസ്ലാമിൽ ഇതിന്റെ പ്രമാണങ്ങളിൽ തെളിവില്ല. അള്ളാഹുവിന്റെ പ്രവാചകനോ ഏതെങ്കിലും ഒരു സഹാബിയോ ഇങ്ങനെ ചെയ്തതായിട്ട് ഇസ്ലാമിൽ കാണാൻ സാധിക്കില്ല. എന്നിട്ട് ഔലിയാക്കളെ ഇവർ സ്നേഹിക്കുകയാണത്രേ. വിശദീകരിച്ചു തരാൻ ഞാൻ നിങ്ങൾക്ക്. ആരാണ് ഔലിയാക്കളെ സ്നേഹിക്കുന്നതെന്ന് ഈ ഒരൊറ്റ പ്രസംഗത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. സ്കിപ്പ് ചെയ്യാതെ കാണണേ ഉമ്മമാരെ, ഇത് മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കണേ എന്റെ പൊന്നുമ്മമാരെ, എന്റെ പൊന്നുപ്പമാരെ. നിങ്ങൾ വഞ്ചിതരാണ്. നിങ്ങളെ ഇവർ കൊണ്ടുപോകുന്നത് മാരകമായ നരകക്കുഴിയിലേക്കാണ് എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിന്തിച്ച് മനസ്സിലാക്കാൻ ഈ പ്രസംഗം ഉപകരിക്കും. ഇത് സ്കിപ്പ് ചെയ്യരുത്. വീണ്ടും പറയുകയാണ്, രണ്ടാമത്തെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഔലിയാക്കളെയും അമ്പിയാക്കളെയും ആദരിക്കുന്നില്ല എന്നാണ് ഞങ്ങൾക്കെതിരെയുള്ള ആരോപണം. എന്താണ്, എങ്ങനെയാണ് അള്ളാഹുവിന്റെ പ്രവാചകനെയും ഔലിയാക്കളെയും എങ്ങനെയാണ് ആദരിക്കേണ്ടത്? അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹഫ് അവസാനിക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാണ്, ഞാൻ നിങ്ങളെപ്പോലെ ഒരു സാധാരണ മനുഷ്യൻ തന്നെയാണ്, അനബസറൻ എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ പറയുന്നത്. പക്ഷേ എനിക്കൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും എനിക്ക് വഹി നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിച്ച അള്ളാഹുവിന്റെ പ്രവാചകനെ നമ്മൾ എന്ത് ബഹുമാനമാണ് നിങ്ങൾ കൊടുക്കുന്നത്?
ഞാൻ പറഞ്ഞു തരാം, വിശദമാക്കി തരാം. നിങ്ങൾ മുഹീദ്ദീൻ മാല എന്ന് പറഞ്ഞ ഈ കിതാബിലൂടെ, ഈ പാളക്കിതാബിലൂടെ നിങ്ങൾ ചൊല്ലുന്ന ഒരു ബൈത്തില്ലേ, എന്താണ്, ആരാണ് ഔലിയാക്കളെ കളിയാക്കുന്നതെന്ന് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ വിശദീകരിച്ചു തരാം. 40 വട്ടം ജനാബത്തുണ്ടായപ്പോൾ 40 വട്ടം ഒരു നാൾ കുളിച്ചോവർ എന്നാണ് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് ഇവർ പറയുന്നത്. ഇങ്ങനെയാണോ അമ്പിയാക്കളെ സ്നേഹിക്കേണ്ടത്? മുഹീദ്ദീൻ ഷെയ്ഖിനെ ഇവർ സ്നേഹിക്കുകയാണെങ്കിൽ, നാം നമ്മളുടെ ഉപ്പയെയും ഉമ്മയെയും സ്നേഹിക്കുകയാണെങ്കിൽ, നമ്മുടെ ഉപ്പ നമ്മളോട് പറയാണ്, മോനെ, എന്റെയും ഉമ്മയുടെയും വിവാഹ ഫോട്ടോയുണ്ട് ഇവിടെ, നീ പോയിട്ട് ഇത് നല്ലൊരു സ്റ്റുഡിയോയിൽ കൊണ്ടുപോയിക്കൊണ്ട് നല്ലൊരു വീഡിയോ ആക്കിക്കൊണ്ട് ഞങ്ങൾക്ക് കൊണ്ടുവന്നു തരുമോ എന്ന് ഈ മോനോട് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഈ മോൻ ഇത് കൊണ്ടുവന്നു കൊടുക്കുക? വളരെ ഭംഗിയിൽ, നല്ല വൃത്തിയിൽ, നല്ല അടിപൊളിയായി, നല്ല ക്യാപ്ഷനൊക്കെ കൊടുത്തുകൊണ്ട് നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് കൊണ്ടുവന്നു തരും നമ്മുടെ മാതാപിതാക്കൾക്ക്. അങ്ങനെയല്ലേ നമ്മൾ സ്നേഹിക്കാറുള്ളത്, അല്ലേ? അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ പറയുന്നത് നമ്മൾ അനുസരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴല്ലേ നമ്മൾ അവരെ സ്നേഹിക്കുന്നത് യഥാർത്ഥത്തില്. പക്ഷേ ഇവരുടെ സ്നേഹം എങ്ങനെയാണ്? ഇങ്ങനെയുള്ള കള്ളക്കഥകൾ എഴുതിപ്പിടിപ്പിച്ചുകൊണ്ട് ജനാബത്തിന്റെ കണക്കൊക്കെ 40 വട്ടം ജനാബത്തുണ്ടായ കണക്കാണ് ഒരു ഔലിയനെ കുറിച്ച് ഇവർ പറയുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കി എന്റെ ഉമ്മമാരെ, പെങ്ങന്മാരെ, എങ്ങനെയാണ് ഇവർക്ക് മനസ്സുറക്കുന്നത്? ഒരു ഔലിയയെ കുറിച്ച്, ഔലിയയാണോ എന്താന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കില്ല. എന്നാൽ പറയുകയാണ്, ഒരു വ്യക്തിയെ കുറിച്ച് എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുന്നത്? അതുപോലെ നമ്മളെല്ലാവരും 24 മണിക്കൂറും യൂട്യൂബിലൂടെ കാണുന്ന ഒരു CM മടവൂരില്ലേ? എന്താണ് CM മടവൂരിന്റെ പാട്ടുകൾ കാണാം, ഈ സമസ്തക്കാര് യൂട്യൂബിലൂടെ എഴുന്നള്ളിക്കുന്നത് കാണാം. എങ്ങനെയാണ് അവർ അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്? വീഡിയോയിലേക്ക് നഗ്നനായി കിടക്കുന്ന ഒരു ഫോട്ടോയായിരിക്കും അവർ ആ വീഡിയോയുടെ ആദ്യം തന്നെ കൊടുക്കുക. അദ്ദേഹത്തിന് ഭ്രാന്തായിരുന്നു എന്ന് ആ നാട്ടുകാർക്ക് തന്നെ അറിയാം. അദ്ദേഹത്തിന് ഒരു കുഞ്ഞു പോലും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ കല്യാണം കഴിഞ്ഞ്, വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞിക്കാല് കാണാൻ യോഗമില്ലാത്ത ആളായിരുന്നു CM മടവൂര്. ഇയാളെ കുറിച്ചിട്ടാണ് ഇവർ എന്തെല്ലാം പാടി പറഞ്ഞു നടക്കുന്നു. ആകാശത്തിലൂടെ പോകുന്ന ഫ്ലൈറ്റിനെ നിയന്ത്രിക്കുന്നു. ഈ ലോകത്ത് എത്ര ഇലകളുണ്ടെന്ന് ഇദ്ദേഹത്തിന് അറിയാം. മരിച്ചവരെ എണീപ്പിച്ചു. ഇങ്ങനെയുള്ള പച്ചക്കള്ളങ്ങളാണ് ഈ സമസ്ത എന്ന പ്രസ്ഥാനം ജനങ്ങളിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇത് അനുസരിക്കാനോ തക്ബീർ വിളിക്കുവാനോ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവരുടെ മജ്‌ലിസിൽ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്നത്. എന്റെ ഉമ്മമാരെ, നിങ്ങളാണ് ഏറ്റവും കൂടുതൽ വഞ്ചനയ്ക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നത്. എന്റെ ഉമ്മമാര് ശ്രദ്ധിക്കണേ, ഈ സഹോദരൻ പറയുന്നത് ശ്രദ്ധിക്കണേ എന്റെ ഉമ്മമാരെ. അപ്പോൾ അമ്പിയാക്കളെയും ഔലിയാക്കളെയും സ്നേഹിക്കുന്നത് ഞങ്ങളാണ് ഉമ്മമാരെ. അല്ലെങ്കിൽ ഒരിക്കലും സ്വന്തം ഔലിയയെ കുറിച്ച്, സ്വന്തം ബാപ്പാനെ കുറിച്ച് ഒരാൾ പോലും ഇങ്ങനെ പാടില്ല. നമ്മുടെ വാപ്പാക്ക്, നമ്മുടെ ഉപ്പാക്ക് രാത്രി ഉറക്കത്തിൽ ഒരു മൂത്രവാർച്ചയുണ്ടായി കഴിഞ്ഞാൽ നാം ആരും അതൊരു പുസ്തക രൂപത്തിൽ അടിക്കില്ല. അവര് പുസ്തക രൂപത്തിൽ അച്ചടിച്ചുകൊണ്ട് ഇശാഇന്റെയും മഗ്‌രിബിന്റെയും ഇടയിൽ വീടുകളിൽ പാരായണം ചെയ്യില്ല. ആരാണ് ഔലിയാക്കളെ സ്നേഹിക്കുന്നത്? ഇനിയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ പ്രവാചകൻ വഫാത്തായ ദിവസം, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മദീനയിലെ, അതായത് ഒരു സഹാബി കണ്ണുപോലും ചൂന്നെടുത്ത ദിവസമായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകന്റെ വഫാത്ത് നടന്ന ദിവസം. അന്ന് ഇവരെന്താണ് ചെയ്യുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയ ദിവസമാണ് നബിദിനം എന്ന് പറഞ്ഞ് ഇവർ ആചരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കേണ്ട ഉമ്മമാരെ, എങ്ങനെയാണ് ഇവർക്ക് ഇതിന് മനസ്സുറക്കുന്നത്? ഒരുപക്ഷെ നിങ്ങൾ നിരപരാധികളായിരിക്കാം, പക്ഷേ നമ്മുടെ പണ്ഡിതന്മാർ നമ്മെ ചതിക്കുകയാണ് എന്റെ ഉമ്മമാരെ. സൂറത്ത് തൗബയിലെ 34-ാമത്തെ ആയത്തിലൂടെ വ്യക്തമായി അള്ളാഹു നമുക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്. എന്താണെന്നറിയുമോ എന്റെ ഉമ്മമാരെ? വിശ്വസിച്ചവരെ, മതപണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും ഏറെ പേരും നിങ്ങളുടെ ധനം അവിഹിതമായി ഭക്ഷിക്കുകയാണെന്നും അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ തടയുകയും നിങ്ങളുടെ കയ്യിലുള്ള സ്വർണവും വെള്ളിയും എല്ലാം ഇവർ ശേഖരിച്ചു വെക്കുകയും അവർ അതിന് 1 രൂപ പോലും സക്കാത്ത് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നവരാണെന്ന് അള്ളാഹു തആല ഇവരെ കുറിച്ച് വ്യക്തമാക്കുന്നത്. ഇവരെയാണോ നിങ്ങൾ സ്നേഹിക്കുന്നത്? ഇവരെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? പാവം മുജാഹിദുകള്, നിങ്ങൾ 1 പൈസ അവർ വാങ്ങുന്നത് നിങ്ങൾ കാണാറുണ്ടോ? ഓരോ സ്റ്റേജ് കെട്ടി അവർ സൗജന്യമായിട്ടാണ്
ദീന് പ്രചരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമസ്ത ചെയ്യുന്നത് ദീനാണ്, ഇവർ ചെയ്യുന്നത് ദീനുമാണ്. മുജാഹിദുകളാണ് യഥാർത്ഥത്തിൽ ഇവിടെ ദീന് പറയുന്നത്. സമസ്ത ചെയ്യുന്നത് ജനങ്ങളെ ദീനിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇന്ന് നമ്മുടെ കേരളത്തിൽ, നമ്മുടെ മലപ്പുറം ജില്ലയിൽ മാത്രം എത്ര ഹോസ്പിറ്റലുകളുണ്ട്? കാരണം എന്താണെന്നറിയുമോ? ഇന്ന് നടക്കുന്ന മൗലിദ് തന്നെയാണ് ഇതിന്റെ കാരണം. 10 മണിക്ക് ചോറ്, ഉച്ചക്ക് ചോറ്, 3 മണിക്ക് ചോറ്, 6 മണിക്ക് ചോറ്, ഇങ്ങനെ എല്ലാ സമയങ്ങളും മൗലിദുകൾ നടത്തിക്കൊണ്ട് ജനങ്ങളെ ബീഫ് കഴിപ്പിച്ച് ജനങ്ങളെല്ലാം മാരകമായ അസുഖത്തിനുടമയായി. സലഫികളെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, സലഫികളെ നിങ്ങളൊന്ന് എടുത്തു നോക്കുക. അവർക്ക് ഇങ്ങനെയുള്ള മൗലിദുകളില്ല, ഇങ്ങനെയുള്ള അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങൾ അവർക്ക് ചെയ്യേണ്ടതില്ല. ആവശ്യമില്ലാതെ പണം കൊണ്ടുപോയി ജാറങ്ങളിൽ കൊണ്ടുപോയി വലിച്ചെറിയേണ്ടി വരില്ല ഒരു മുജാഹിദിന്. കാരണം അതിനൊരു പുണ്യവും കിട്ടാൻ പോകില്ല എന്ന് ഏതൊരു മനുഷ്യനും അറിഞ്ഞുകൊണ്ട് തന്നെ എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ കയ്യിലെ പണം കൊണ്ടുപോയി ജാറങ്ങളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത്? അള്ളാഹുവിന് പണത്തിന്റെ ആവശ്യമുണ്ടോ? മരണപ്പെട്ട് കിടക്കുന്ന ഔലിയക്ക് പണത്തിന്റെ ആവശ്യമുണ്ടോ? നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ 40 വീടിന്റെ ഉള്ളിൽ ഒരാള് പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊണ്ടുപോയി കിടക്കണം. അദ്ദേഹത്തിന് കൊണ്ടുപോയി കിടക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊണ്ടുപോയി കിടക്കണം, അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുക്കണം നിങ്ങൾ. അല്ലാതെ ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ പോലും ക്യാഷ് ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ആയിരക്കണക്കിന് ആളുകളില്ലേ നമ്മുടെ നാട്ടില്, ഇവർക്ക് കൊണ്ടുപോയി കൊടുക്കണം ഇങ്ങനെയുള്ള പൈസകൾ. അല്ലാതെ നാറ്റക്കോയമാരിലേക്കും ആറ്റക്കോയമാരിലേക്കും കൊണ്ടുപോയി നിങ്ങളുടെ സമ്പത്ത് മുഴുവൻ ദൂർത്തടിച്ചുകൊണ്ട് ഇവർ നിങ്ങളെ ചതിക്കുകയാണ് ചെയ്യുന്നത്. മുനാഫിഖിനെ കുറിച്ചിട്ടാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലും ആൽ ഇമ്രാനിലും സൂറത്തുൽ നിസാ അടക്കം ഈ 3 അധ്യായങ്ങളിലൂടെയും അള്ളാഹു തആല യഥാർത്ഥ മുനാഫിക്കാരാണെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പുഞ്ചിരിച്ചുകൊണ്ട് നമുക്കവരെ മനസ്സിലാകില്ല. കാരണം ഉറങ്ങുന്ന ഒരാളെ നമുക്ക് എണീപ്പിച്ചു നിർത്താൻ സാധിക്കും, പക്ഷേ ഉറക്കം നടിക്കുന്ന ഒരാളെ നമുക്ക് എണീപ്പിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് ഇന്ന് നമ്മുടെ പണ്ഡിതന്മാർ കാണിക്കുന്നത്. അവർക്ക് സത്യം അറിയാം, നമ്മൾക്ക് സത്യം അറിയില്ല. നമ്മൾ യഥാർത്ഥത്തിൽ ഉണരേണ്ട സമയമായി കഴിഞ്ഞു. അതായത് സുഹൃത്തുക്കളെ, അപ്പോൾ അമ്പിയാക്കളെ സ്നേഹിക്കുന്നില്ല എന്ന വർത്താനം നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ ഇത് നമ്മുടെ നാട്ടിലെ ഔലിയാ പണ്ഡിതന്മാരോട് പോയി ചോദിക്കണം. എന്താണ് ഇവർ പറയുന്നത്? ശരിയല്ലേ? ആരാണ് ഔലിയാക്കളെ സ്നേഹിക്കുന്നത്? ജനാപത്ത് കഥ പോലും ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് എന്താണിത് മനസ്സിലാകുന്ന ഒരാൾ എന്താണ് ഇവരെ കുറിച്ച് ചിന്തിക്കുക? ഇയാൾക്ക് തന്നെയാണോ പണി എന്നല്ലേ ചിന്തിക്കുക? നമ്മുടെ വാപ്പാന്റെ മൂത്രവാർച്ച നമ്മൾ പറയോ? അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ആരാണ് ഔലിയാക്കളെ സ്നേഹിക്കുന്നത്? പിന്നെ അവരെ കുറിച്ച് പറയുന്ന കള്ളങ്ങളെല്ലാം. CM മടവൂരിനെ കുറിച്ച് എന്തെല്ലാം പറയുന്നു. 35 വർഷം പഴക്കമുള്ള ഒരു ട്രൗസർ എടുത്തു വന്നിട്ടുണ്ട് ഒരു വൃദ്ധന്. എന്തിനാണ് സഹോദരന്മാരെ CM മടവൂര് ഒരു കമ്മ്യൂണിസ്റ്റ് പട തടി പോലുമില്ല അയാൾ മരിക്കുമ്പോ? അത്രത്തോളം ഒരു മുരിങ്ങാക്കൊമ്പിന്റെ തടി പോലും ഇല്ലാതായിരുന്നു ആ മനുഷ്യന്. എന്നിട്ട് ആ മനുഷ്യന്റെ ബർമുട കൊണ്ടുവന്നൊക്കെയാണ് 36 കൊല്ലങ്ങൾക്ക് ശേഷം ഏമാതിരി സൈസ് ആനക്കെട്ട് കൊടുക്കാൻ പറ്റുന്ന ബർമുടയാണ് കൊണ്ടുവന്നിക്കണേ. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുവരാന്ന്? എന്തുകൊണ്ടാണ് ബർമുട കൊണ്ടുവന്ന് നാറ്റിപ്പിച്ചത്? ഉമ്മമാരെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ബർമുട കൊണ്ടുവന്ന ഒരു ഔലിയെ നാറ്റിപ്പിച്ചു. അദ്ദേഹത്തിന് കുളിക്കാറില്ലായിരുന്നു. നിങ്ങൾ സമസ്തയുടെ ഔലിയാക്കളെ കുറിച്ച് ഇവർ പറയുന്നത് നിങ്ങൾ കേൾക്കാറുണ്ടോ? കുളിക്കാറില്ലായിരുന്നു, പല്ല് തേക്കാറില്ലായിരുന്നു, മൂത്രമൊഴിച്ചാൽ കഴുകാറില്ലായിരുന്നു. ഇങ്ങനെയാണ് ഇവരെ ഔലിയാക്കളെ പരിചയപ്പെടുത്താറ്. നിങ്ങൾ കേട്ടിട്ടില്ലേ? അവർ പ്രാന്തായി നടക്കുകയാണ്, ഖുർആനോദി മറിഞ്ഞതാണ്, ദിക്റ് ചൊല്ലി മറിഞ്ഞതാണ്. അങ്ങനെയെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാര് ഇവരൊക്കെ മറിയണ്ടേ? ഇവരൊക്കെ ബുദ്ധി പോണ്ടേ? ഇന്ന് നിങ്ങൾ ഏർവാടിയിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ലക്ഷക്കണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകളാണ് ചെങ്ങലയിൽ ബന്ധസ്ഥനായി നിൽക്കുന്നത്. ഒരു മുജാഹിദിന് നിങ്ങൾക്ക് കാട്ടിത്തരാൻ സാധിക്കുമോ? നിങ്ങൾ ചെറുപ്പത്തിൽ പ്രസവിക്കുമ്പോൾ തന്നെ നിങ്ങൾ കയ്യിൽ കരുത്ത ചരട് കെട്ടി കൊടുക്കുന്നുണ്ട് കുട്ടികളുടെ. അങ്ങനെ ശിർക്ക് ചെയ്യിപ്പിക്കുകയാണ് പ്രസവിക്കുന്ന കുട്ടിയെ കൊണ്ട് തന്നെ. അങ്ങനെ നിങ്ങൾ ശിർക്കിലേക്ക് ഈ കുട്ടിയെ ശിർക്കിലൂടെയാണ് വളർത്തുന്നത്. അങ്ങനെ നിങ്ങൾ ചെയ്തിട്ട് അവസാനം ഈ കുട്ടി ഏർവാടിയിൽ പോയി ഒരു ചെങ്ങലത്തുരുമ്പിൽ അവസാനിക്കുകയാണ്. സമസ്തയിൽ വിശ്വസിക്കുന്ന ആളുകളെ പറയുന്നത്. നേരെ മറിച്ച് മതങ്ങളിലൊന്നും വിശ്വാസമില്ലാതെ ഇങ്ങനെ അടിച്ചു പൊളിച്ചു നടക്കുന്ന ആൾക്കാർക്ക് പിന്നെ ഈ ഗതിയൊന്നും വരൂല. അവർക്ക് നാളെ അള്ളാഹു പരലോകത്തിനെ കൊടുക്കുള്ളൂ. അവര് ഇവിടെ സുഖമായി കഴിയും. പക്ഷേ ഈ സമസ്തയാണ് ശരി എന്ന് വിശ്വസിച്ച് നടക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ, അവരാണ്, അതായത് ഔലിയാക്കളോട് വല്ലാതെ അടുത്ത ആളുകളുണ്ടല്ലോ, ഈ ആളുകളാണ് ഏർവാടിയിലൊക്കെ ചെങ്ങലയിൽ പോയി ബന്ധസ്ഥനാവുന്നത്. 2001 ആഗസ്റ്റ് 6-ന് 28 പേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തം ഓർമ്മയുണ്ടോ? ചെങ്ങലയിൽ ബന്ധസ്ഥനാക്കിയ 28 ഭ്രാന്തന്മാരാണെന്ന് മരിച്ചുപോയത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ ഉമ്മമാരെ, ഉപ്പമാരെ.
എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ സമസ്തക്കാർക്ക് മാത്രം ദിക്ർ ചെല്ലുമ്പോൾ ഭ്രാന്താകുന്നതും എണീറ്റ് ഓടുന്നതും? ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ എങ്ങനെയാണ് ഭ്രാന്താകുന്നത്? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ എങ്ങനെ ഭ്രാന്താവുന്നത്? എങ്ങനെയാണ് നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കുന്നത്? 24 മണിക്കൂറും നിസ്കാരത്തിലൂടെയും ദിക്റിലൂടെയും കഴിച്ചു കൂട്ടിയ സഹാബിമാർക്കൊന്നും ഭ്രാന്താവാത്തത് എന്താണ്? എത്രയോ സഹാബിമാർ രാത്രി മുഴുവൻ എണീറ്റ് നിന്ന് നിസ്കരിച്ചു കാലിൽ നീര് വന്ന സഹാബിമാരില്ലേ? അവർക്കൊന്നും എന്താ ഭ്രാന്താകാന്ന് നിസ്കരിച്ചിട്ടും ഓതിയിട്ടും? അപ്പോൾ ഇതാണ് രണ്ടാമത് പറയുന്ന പച്ചക്കള്ളം. അപ്പൊ ഒന്നാമത്തത് സലഫികൾ പുതിയ മതം ഉണ്ടാക്കിയവരാണോ എന്നത് ഇന്നത്തോളം അതിന്റെ ഒരു തീരുമാനം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. രണ്ടാമത് ഔലിയാക്കളെ സ്നേഹിക്കുന്നത് സലഫികളാണോ അതോ സമസ്തക്കാരാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും. മൂന്നാമത്തെ കാര്യത്തിലേക്ക് കടക്കുകയാണ്. മരണപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്നത് തടയുന്നത് എന്തുകൊണ്ട് എന്നാണ് ഇവരുടെ ആരോപണം. അതായത് മരണപ്പെട്ട പുണ്യപുരുഷന്മാരുടെ മക്കാമുകളിൽ പോയി പ്രാർത്ഥിക്കുന്നതും അവരെ കൊണ്ട് വസീലയാക്കുന്നതും, അവരെ കൊണ്ട് വസീലയാക്കാതെ ഇവര് പറയാ, വസീല എന്താണെന്നുള്ളത് ഇവർക്കറിയില്ല. വസീലയാക്കിയാലും വേണ്ടില്ല, ഫളീലാക്കിയാലും വേണ്ടില്ല, ഇത് പിന്നെ സലഫികളെ എതിർക്കന്നെ ചെയ്യും. കാരണം മരണപ്പെട്ടവർ കേൾക്കില്ല എന്ന് അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നു. മരിച്ചവര് കേൾക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അള്ളാഹു താല ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിൽ ഈ മരണം എന്ന് പറയുന്ന സംഭവം കൊണ്ടുവന്നിക്കണ്? അപ്പൊ അവരെന്തായാലും കേൾക്കാൻ പോണില്ല ഞങ്ങൾ എന്ത് പറഞ്ഞാലും. പിന്നെ എന്തിനാ അള്ളാഹു മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം കൊടുക്കുന്ന പറഞ്ഞാൽ ഔലിയാക്കൾക്കൊക്കെ സ്വർഗം കിട്ടും എന്ന് പറയാൻ കാരണം അവർക്ക് സ്വർഗം കിട്ടിയിട്ട് നിങ്ങളെ ഈ അപ്പോയിന്റ്മെന്റ് എടുക്കാതെ സ്വീകരിക്കലാണ്. അവരെ പണി ഖബറിൽ കിടന്നിട്ട് പിന്നെ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകണില്ല, നിങ്ങളെ കല്യാണം ശരിയായില്ല, ഗൾഫിൽ പോകാൻ ടിക്കറ്റ് ഇല്ല, വിസ ശരിയായില്ല, പാസ്പോർട്ട് ശരിയായില്ല എന്നൊക്കെ ഈ ഖബർ കിടക്കുന്ന ആൾക്കാരോട് പോയിട്ട് പറയാന്ന് വെച്ചാൽ പിന്നെ എന്തിനാ അള്ളാഹു അവരെ റൂഹ് പിടിച്ചത്? അവർക്ക് ഒന്നെങ്കിൽ അള്ളാഹ് നരകോ അല്ലെങ്കിൽ സ്വർഗം കൊടുക്കുക. അപ്പൊ എന്തായാലും ഖബറിൽ പോയി പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്ക് ചിന്തിച്ചുകൂടെ? ഒന്നെങ്കിൽ അവൻ നരകത്തിൽ കടന്ന് ഇതാകാരം, നരകം കണ്ടുകൊണ്ട് കിടക്കുകയായിരിക്കും, അല്ലെങ്കിൽ അവൻ സ്വർഗത്തിലെ സുന്ദരമായ സംഭവങ്ങൾ കണ്ട് ആസ്വദിച്ച് കിടക്കുകയായിരിക്കും. ഇത് നിങ്ങൾ പറയുന്നത് ഈ ഖബറിലുള്ളവർ കേൾക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു പറഞ്ഞത് തെറ്റല്ലേ? അതായത് സ്വർഗവും നരകവും ഉണ്ടെന്ന് പറഞ്ഞത് തെറ്റല്ലേ? അപ്പൊ ഒരിക്കലും സ്വർഗവും നരകവും അള്ളാഹു താല ഖബറിൽ കാട്ടിക്കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്നൊന്നും കേൾക്കൂല അവർക്ക്. കാരണം നിങ്ങൾ ഈ അപ്പോയിന്റ്മെന്റ് സ്വീകരിക്കലല്ല അവരെ പണി. അവര് ഇബാദത്ത് ചെയ്തിട്ട് മരണപ്പെട്ടു പോയി അള്ളാഹുവിന്റെ സ്വർഗം കണ്ട് കിടക്കുന്നവരായിരിക്കും. അവരെ കുറിച്ച് നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു വരത്തേണ്ട ആവശ്യമില്ല. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്? പ്രാർത്ഥന എന്നത് അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതൊരു ഇലാഹില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ. എന്തിനാണ് അള്ളാഹ് അവിടെ മാത്രം എന്ന് പറഞ്ഞ സഹോദരന്മാരെ? എന്തിനാണ് അള്ളാഹു നിന്നോട് മാത്രം എന്ന് പറയുന്നത്? നിന്നോട് എന്ന് പറഞ്ഞാൽ മതിയാന്നില്ലേ? അവിടെ അള്ളാഹ് നിർത്തിയില്ലല്ലോ. പിന്നെ നിന്നോട് മാത്രമേ സഹായം ചോദിക്കുള്ളൂ എന്ന് അള്ളാഹ് പറഞ്ഞു ഇല്ലേ? ഇതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്ത? നിങ്ങളെ വഞ്ചിക്കാണ് ഉമ്മമാരെ, വഞ്ചിക്കാണ്. ഞങ്ങളെ നാട്ടുകല്ല് എന്ന് പറഞ്ഞ മഹലിലാണ് ഞാൻ പെടുക. ഞങ്ങളെ നാട്ടിൽ ഇപ്പൊ എല്ലാ വെള്ളിയാഴ്ച സലാത്ത് തുടങ്ങിയിരിക്കണു. ഈ പാവപ്പെട്ട ഉമ്മമാര് സുബഹി നിസ്കാരം പോലും നിസ്കരിക്കാതെയാണ് ചെല്ലിന് പറത്തിയിട്ടാണ് പോവുകയാണ്. എന്നിട്ട് അവിടെ പോയി ജാറ പൂജ നടത്തുകയാണ്. ഞങ്ങളെ നാട്ടിൽ പുതിയൊരു റഹ്മാനി ഒരു ചങ്ങായി വന്നിക്കണു. ഇയാള് വന്നത് മുതൽ ഈ നാട്ടിലെ ജാറങ്ങള് എന്തൊരു തിരക്കാ അവിടെ അറിയോ? ബസ്സുകൾ ഇങ്ങനെ വന്ന് നിറയാണ്. ടൈം ടേബിൾ വെച്ച പോലെയാണ്. 12-1 ബസ്, പിന്നെ 2-3 ബസ്, 3-4, ഇതിലൊക്കെ വൻ ബിസിനസ് ഉണ്ട്. നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും. ബിസിനസ്സാണിത്, ജാറങ്ങളെ കൊണ്ട് കച്ചവടം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ എന്തിനാണ് മരിച്ചോലിക്ക് പൈസ, അള്ളാഹ്ക്ക് പൈസ? നിങ്ങളത് ചിന്തിച്ചു നോക്ക്. ജാറത്തിങ് കൊണ്ടുപോയിട്ട് എന്നാ പണം ഒന്നും വാങ്ങണില്ലെങ്കിൽ നമുക്കൊക്കെ കരുതാ, ഇത് ഇസ്ലാമിലുള്ളൊരു സംഭവം തന്നെ ആയിരുന്നു നമുക്ക് കരുതാ, അല്ലെ? പക്ഷെ ഇവിടൊക്കെ പണത്തിന്റെ ചൂഷണം നടക്കണില്ല ഉമ്മമാരെ. കാരണം ഇങ്ങക്ക് പള്ളിയിൽ പോകാൻ അധികാരം എന്നതാണ് നമ്മളെ പ്രവാചകന്. പെണ്ണിന് പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാൻ അധികാരം പെണ്ണിനുണ്ട് ഇല്ലേ? മാന്യമായ ഡ്രസ്സ് ധരിച്ചിട്ട് പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ച എത്ര സഹാബി വനിതകളുണ്ട് ഇല്ലേ? ഇത് നിങ്ങൾക്ക് പറ്റൂല. ജാറങ്ങൾക്ക് നിങ്ങൾക്ക് പോകാം. ഒന്ന് ചിന്തിച്ചു നോക്കി നിങ്ങള്. ജാറങ്ങൾക്ക് പോകാൻ പറ്റിച്ചാൽ നിസ്കരിക്കാൻ എന്താ പോകാൻ പറ്റായി? അതാണ് അള്ളാഹിന്റെ റസൂല് സ്വന്തം ഭർത്താവ് മരിച്ചാൽ പോലും പെണ്ണുങ്ങൾക്ക് ഖബറിൽ ചെല്ലാൻ പറ്റൂല എന്നാ പഠിപ്പിച്ചത്. എന്നിട്ട് അവിടെ നിങ്ങൾ പോകൂല, അവിടെ നിങ്ങൾ പോകും, നിസ്കരിക്കാൻ നിങ്ങൾ പോകൂല. ഇതന്നെയാണ് ഇപ്പൊ നടക്കുന്ന സലാത്തില്. സുബിഹി നിസ്കരിക്കാതെയാണ് ഉമ്മമാര് പോരുന്നത്. ഞാൻ നേരിട്ട് അനുഭവിച്ചതാണ്, എന്നോട് പറഞ്ഞതാണ് അവിടുത്തെ ഉമ്മമാര്. ആരാന്ന് പേര് വെളിപ്പെടുത്താൻ പറ്റില്ല. ഇങ്ങനെ എത്ര ആളുകളാണ് നിസ്കരിക്കാതെ പോണ കുട്ടിയെന്ന്, ഇതിന് വലിയ പുണ്യം കിട്ടുന്ന രീതിയിലാ പോണെന്ന്. എത്ര ആളുകൾക്ക് ഞാൻ വഴിയിൽ നിന്നും തടഞ്ഞു നിർത്തി പറഞ്ഞു കൊടുത്തു. ചില ആൾക്കാർ എന്നെ ആട്ടിവിട്ടവരുണ്ട്. അപ്പൊ സത്യം മനസ്സിലാക്കുക എന്റെ സുഹൃത്തുക്കളെ, ഉമ്മമാരെ, ഉപ്പമാരെ,
നിങ്ങൾ ഈ ചെയ്യുന്ന പൂജ ഉണ്ടല്ലോ, അത് ശരിക്ക് പൂജയല്ലേ, ഖബർ പൂജയാണ്. അള്ളാന്റെ റസൂൽ എന്താ പറയുന്നത്? മരിച്ച ഒരാള് ബിംബാണ്. മരിച്ച ഒരാളോട് പോയി പ്രാർത്ഥിക്കുമ്പോ അത് ബിംബാണ്. അവനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ നമ്മോട് പറയണത്? മരിച്ചു പോയ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ പറയണത്. അവിടെ പോയിട്ട് നമ്മളെ പരാതി കുട്ടികളെ കൊണ്ടാ ഉപ്പാപ്പ, ഞങ്ങൾക്ക് കൊണ്ടാ ഉപ്പാപ്പ എന്ന് പറയാൻ പാടില്ല. ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പോ 3 കാര്യം നമ്മൾ ചർച്ച ചെയ്തു. ഒന്നാമത്തെ കാര്യം, സലഫികളാണോ പുതിയ മതമുണ്ടാക്കിയത്? ഔലിയാക്കളെയും അമ്പിയാക്കളെയും ആദരിക്കുന്നില്ലേ? അതുപോലെ മൂന്നാമത്തത്, മരണപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്നത് തടയുന്നത് എന്തുകൊണ്ട്? 4-മത്തെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. മുജാഹിദുകൾക്ക് സ്ത്രീ സ്വാതന്ത്ര്യമില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഈ സമസ്ത എന്ന പ്രസ്ഥാനം കുറച്ചു കാലങ്ങൾക്ക് മുമ്പ്, അതായത് മദ്രസ എന്ന വാക്കിന്റെ മീമുണ്ടല്ലോ, മീമ്, മാ എന്ന അക്ഷരം ജഹന്നമിലെ മീമാണ് എന്നാണ് പെണ്ണുങ്ങൾക്ക് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതായത് പെൺകുട്ടികൾക്ക് മദ്രസ വിദ്യാഭ്യാസം നേടാൻ സാധിക്കില്ല എന്നാണ് ഇവരുടെ പഴയകാല പുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ളത്. പെണ്ണിന് മദ്രസയിൽ പോകാൻ അധികാരമില്ല, പെണ്ണിന് വീടിൽ നിന്നും പുറത്തിറങ്ങാൻ അധികാരമില്ല എന്നാണ് ഈ സമസ്ത ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് എന്തുകൊണ്ടാണ് ഈ കൗമ ഇത്രയും കൂടുതൽ ആവേശം കാണിച്ചുകൊണ്ട് ജാറങ്ങളിലൂടെയും കല്യാണ വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഈ സമസ്ത കൗമിന്റെ പെണ്ണുങ്ങളെ സ്വഭാവം. എന്തുകൊണ്ടാണ് മുജാഹിദുകൾ ഇതിന് കിട്ടാത്തത്? അവർ അന്നും ഇന്നും പെണ്ണിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം, സ്ത്രീകൾക്ക് എല്ലാ ജോലിക്കും അവർ പോകാൻ അനുവാദം കൊടുക്കുന്നു, മാന്യമായ ഡ്രസ്സുകൾ ധരിക്കുന്നു, 5 വഖ്ത് നിസ്കാരം കളാ ആക്കാതെ അവർ നിസ്കരിക്കുന്നു. അവരുടെ സ്ത്രീകളെല്ലാം ഒന്നെങ്കിൽ ടീച്ചർമാരായിരിക്കും, അല്ലെങ്കിൽ നല്ല ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിരിക്കും, നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീകളായിരിക്കും. നമ്മുടെ വീട്ടിലെ ഈ സമസ്തക്കാരുടെ വീട്ടിലെ അവസ്ഥ ആലോചിച്ചു നോക്ക്. വലിയ പെരുന്നാളിന്റെയും ചെറിയ പെരുന്നാളിന്റെയും ദിവസം പോലും അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു തന്നത് നിങ്ങൾ നിങ്ങളെ ഭാര്യയെയും കൂട്ടിയിട്ട് പോകാനാണ് പറയുന്നത്. എങ്ങോട്ട്? പെരുന്നാൾ മുസല്ലയിലേക്ക്. പുറത്തു പോയിട്ടാണ് പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കേണ്ടത്. സ്വന്തം ഭാര്യയെയും മക്കളെയും കൂട്ടിപ്പോയിക്കൊണ്ട് റോട്ടിലോ റോഡ് സൈഡുകളിലോ ജനങ്ങൾ കാണെ അങ്ങനെയാണ് ഈ നിസ്കാരം നിസ്കരിക്കേണ്ടത്. പെരുന്നാൾ നിസ്കാരം അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇന്നും ഇതറിയുന്ന എത്രയോ സമസ്തയുടെ ഉസ്താദുമാർ തന്നെയുണ്ട്. എന്നിട്ട് പെണ്ണിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. എന്നിട്ട് ആ കുറ്റവും ഈ പാവപ്പെട്ട മുജാഹിദീങ്ങളെ തലയിൽ കെട്ടിവെച്ചു. ഒന്ന് ചിന്തിച്ചു നോക്കി എന്റെ ഉമ്മമാരെ, നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. നിങ്ങൾക്ക് ഈ അടുക്കളയിൽ കിടന്ന് നിരകിക്കുകയല്ലാതെ എന്തിനാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുള്ളത്? ഇന്ന് നിങ്ങളത് മുതലെടുത്തു. ഇന്ന് നിങ്ങളാണ് ഏറ്റവും കൂടുതൽ പുറത്തിറങ്ങിക്കൊണ്ട് നിങ്ങൾ ആർഭാടം കാണിക്കുന്നത്. പക്ഷേ സലഫി പെണ്ണുങ്ങൾ 5 വഖ്ത് നിസ്കാരം ഒഴിവാക്കുന്നില്ല. നിങ്ങൾ കല്യാണ വീടുകളിലെ ആഡംബരങ്ങളിലൂടെ ജീവിക്കുന്നു. എന്റെ ഉമ്മമാരെ, ആറ്റക്കോയമാരുടെ അടുക്കിലേക്ക് പോകുന്ന ഉമ്മമാരെ, ഒരിക്കലും ഇസ്ലാമിൽ ഇങ്ങനൊരു കോയയോ ഇങ്ങനൊരു കായയോ ഇല്ല. ഇസ്ലാമിൽ അള്ളാഹു താലയുടെ സുബഹിക്ക് എണീറ്റിട്ട് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ തഹജ്ജുദിന് എണീറ്റുകൊണ്ട് അള്ളാഹു താലയുടെ നമ്മളെ ആവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു താല കേൾക്കും, അള്ളാഹു താല നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കും. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച പ്രാർത്ഥനകള്. അപ്പോൾ മുജാഹിദുകൾക്കാണോ സമസ്തക്കാർക്കാണോ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും. നിങ്ങളുടെ സ്ത്രീകൾ ചെറുപ്പം തൊട്ടേ ജാറങ്ങളിലൂടെയാണ്. മദ്രസയിൽ പരീക്ഷ വന്നാൽ ജാറത്തിൽ പോകും, സ്കൂളിൽ പരീക്ഷ വന്നാൽ ജാറത്തിൽ പോകും, മരണം വരെ ജാറങ്ങളിലൂടെ തെണ്ടുകയല്ലേ നിങ്ങളുടെ സ്ത്രീകൾ? എന്തുകൊണ്ടാണ് നിങ്ങളുടെ അസുഖങ്ങൾ മാറാത്തത്? ഒന്ന് ചിന്തിച്ചു നോക്ക്. ചില പെണ്ണുങ്ങൾക്ക് കാണാം മജ്‌ലിസിനൂറൊക്കെ നടക്കുമ്പോ പെട്ടെന്ന് ഭ്രാന്താവണു, ഓടുക, നീച്ചൽ ഓടുന്ന കാണാം. ഇങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട്. ശൈത്താനാണ് ഉമ്മമാരെ നിങ്ങൾ അവിടെ നടത്തുന്നത്. അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. അള്ളാഹുവിൽ വേറെ ഒരു വ്യക്തിയെ പങ്കുചേർത്ത് കഴിഞ്ഞാൽ, ഔലിയായിക്കോട്ടെ ആരായിക്കോട്ടെ, പങ്കുചേർത്തു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ മേത്തും ആ പുരുഷന്റെ മേത്തും ശൈത്താന്റെ സാന്നിധ്യം ഉണ്ടാകും. ഈ ശൈത്താന് നിങ്ങളുടെ ഏർവാടിയിൽ പോകുമ്പോൾ അവിടുത്തെ വലിയ ശൈത്താന്മാരും പാടെ കൂടുമ്പോഴാണ് നിങ്ങൾക്ക് ചെറിയൊരു ആശ്വാസം തോന്നുന്നത്. അങ്ങനെയാണ് ഏർവാടിയിൽ പോകുമ്പോൾ ചില അസുഖങ്ങൾ മാറുന്നതായി നിങ്ങൾക്ക് തോന്നുന്നത്. ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം നിങ്ങളെ വഴിതെറ്റിക്കാനാണ്. നിങ്ങൾ വഴിതെറ്റി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇബ്ലീസ് പിന്തിരിഞ്ഞു പോകും. പിന്നീട് നിങ്ങളായി നിങ്ങളുടെ പാടായി. അതാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അസുഖം മാറുന്നതായി തോന്നുന്നത് ചില ജാറങ്ങളിൽ ചെല്ലുമ്പോൾ. കാരണം നിങ്ങളുടെ വിശ്വാസം അള്ളാഹുവിലല്ല, നിങ്ങളുടെ വിശ്വാസം ഷിർക്കിലാണ്. അതായത് അള്ളാഹുവിൽ പങ്കുചേർക്കുകയാണ് എന്റെ ഉമ്മമാരെ നിങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളോട് ഇബ്ലീസ് പറഞ്ഞുകൊണ്ട്, ഇബ്ലീസ് എന്താണ് അവിടെ ചെയ്യുന്നത്? നിങ്ങളുടെ അസുഖം മാറ്റിയാണ് തരും. അവിടെ നിങ്ങൾക്ക് ഒരു പ്രത്യേക സുഖം ഇബ്ലീസ് ഇട്ട് തരും. ആ ഇട്ട് തരുന്ന സമയത്ത് സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഉറങ്ങാൻ നല്ല സുഖല്ലേ ഉമ്മമാരെ?
എന്താണ് ആ സമയത്ത് ഒരു പ്രത്യേക സുഖം? ആരാണ് നിങ്ങൾക്ക് ആ സുഖം തരുന്നത്? ഇബ്ലീസാണ്. സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിരിക്കും ഏതൊരു മനുഷ്യനും ഉറങ്ങാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ്? അവിടെ നമുക്ക് ഇബ്ലീസ് നല്ലൊരു സുഖം നമ്മുടെ ശരീരത്തിന് തരും. ഇതുപോലെയാണ് ജാറങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഇതിൽ നിന്ന് പിന്തിരരുത് എന്നതാണ് ഇബ്ലീസിന്റെ ആവശ്യം, ശൈത്താന്റെ ആവശ്യം അതാണ്. അവിടെ ശൈത്താൻ വിജയിക്കുകയാണ്, നിങ്ങൾ പരാജയപ്പെടുകയും ചെയ്യുകയാണ്. ഇങ്ങനെ നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഈ ശിർക്ക് ചെയ്തുകൊണ്ട് മരണപ്പെടുകയും ചെയ്യും. അല്ലാഹു തആല കാക്കട്ടെ. സത്യം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് തൗഫീക്ക് നൽകട്ടെ എന്നേ എനിക്ക് പറയാനുള്ളൂ. അതാണ് സ്ത്രീ സ്വാതന്ത്ര്യം. അല്ലാതെ ജാറങ്ങളിൽ പോയി അടയിരിക്കലല്ല എന്റെ ഉമ്മമാരെ. നിങ്ങൾക്ക് ജാറങ്ങളിൽ പോകാൻ അധികാരമില്ല. സ്വന്തം ഭർത്താവിന്റെ ഖബറിൽ പോയി പ്രാർത്ഥിക്കാൻ പോലും നിങ്ങൾക്ക് അധികാരം റസൂൽ തന്നിട്ടില്ല. എന്നിട്ട് എങ്ങനെ? ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാൻ, നിങ്ങളെ നാട്ടിലെ മഹല്ല് കാളി മരിച്ചു കഴിഞ്ഞാല് കാളിയുടെ മയ്യത്ത് കാണാൻ നിങ്ങളെ കയറ്റും? അങ്ങോട്ട് ഒന്ന് ചിന്തിച്ചു നോക്കിയും. നമ്മളെ മഹല്ല് കാളിയര് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാളിയുടെ മുഖം കാട്ടി തരുമോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ്? നിങ്ങളല്ലേ പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ മരിച്ചോർക്ക് ഒന്നും കൂടി കഴിവ് കൂടുന്ന്. അപ്പൊ അങ്ങനെ കഴിവ് കാണുന്ന ആളെടുത്ത് പോയിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളെ അവസ്ഥ? അപ്പൊ അയാളൊക്കെ കാണുന്നല്ലേ എന്റെ അർത്ഥം? അവിടെ ചെല്ലുന്ന അന്യ പെണ്ണിനെ അയാൾ കാണുന്നല്ലേ അപ്പൊ നിങ്ങളെ വിശ്വാസപ്രകാരം? അപ്പൊ മുജാഹിദികൾക്ക് അങ്ങനെ ഒരു വിശ്വാസം തന്നെ ഇല്ല. അപ്പൊ നിങ്ങൾ ചിന്തിച്ചോക്കാണെ അതാ പറഞ്ഞ മുജാഹിദികൾക്ക് എല്ലാം സിമ്പിൾ ആയിരിക്കും. അവർക്ക് ആവശ്യമില്ലാതെ പണം ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ചെലവാക്കില്ല. അവർ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് അവർ ചെലവാക്കുക. നിങ്ങൾ ചെലവാക്കുന്ന പൈസ നിങ്ങൾക്ക് ഈ ഭൂമിയിലും നഷ്ടം, ദുനിയാവിലും നഷ്ടം, നാളെ മഹ്ശറയിൽ നിങ്ങൾക്ക് അതിന്റെ 70,000 ഇരട്ടി നഷ്ടമായിരിക്കും. ചിന്തിച്ചു നോക്കൂ ഉമ്മമാരെ. ആറ്റക്കോയകളുടെ അടുക്കിലേക്ക് പോകുന്ന ഉമ്മമാരോടാ പറയുന്നത്, ജിന്ന് മഹ്ദറയിലേക്ക് പോകുന്ന ഉമ്മമാരോടാ പറയുന്നത്. നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് നിങ്ങളുടെ സ്വർഗമാണ്. എന്റെ പൊന്നാര ഉമ്മ, മുജാഹിദുകൾ തീവ്രവാദികളല്ല. മുജാഹിദുകൾ 5 വക്ത് അള്ളാഹുവിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റൂ എന്ന് മാത്രം പറയുന്ന ഒരു വിഭാഗമാണ്. ഇവരെ നിങ്ങൾ താടി വെച്ച ജിഹാദികൾ എന്നൊക്കെ നിങ്ങളെ മനസ്സിൽ മുദ്ര കുത്തിയത് കൊണ്ട് കാര്യമില്ല. ഇന്ന് നമ്മൾ എന്തെല്ലാം നമ്മളെ മുസ്ലിങ്ങളെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നു, ഏതെല്ലാം മതങ്ങൾ നമ്മളെ എന്തെല്ലാം വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ശരിയാണെന്ന് എന്റെ ഉമ്മമാര് വിശ്വസിക്കുന്നുണ്ടോ? പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ മുജാഹിദീങ്ങളെ കുറിച്ച് വിശ്വസിക്കുന്നത്? അവരാണ് ഇന്ന് ഈ നാട്ടിലെ ഏറ്റവും യഥാർത്ഥ ദീന് നിലനിർത്തി പോകുന്ന വിഭാഗം. 5-മത്തത് ഞാൻ പറയട്ടെ. അപ്പൊ 5-മത്തെ കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. സലഫികൾ തീവ്രവാദത്തെ പിന്തുണക്കുന്നവരാണോ എന്നാണ്. അതായത് ഇവർക്കെതിരെ ഇവർ ആരോപിക്കുന്നത് സലഫി ആശയങ്ങളാണ് IS പോലെയുള്ള തീവ്രവാദ സംഘടനകൾക്ക് പ്രചോദനം എന്നാണ്. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് ഉമ്മമാരെ? തീവ്രവാദത്തെയും ഭീകരവാദത്തെയും ഇസ്ലാം പൂർണ്ണമായി എതിർക്കുന്നു. ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ ആ ഖുർആൻ ഒന്ന് എടുത്തു നോക്കണ്ട എന്റെ സമസ്തക്കാരെ, എന്റെ ഉമ്മമാരെ. ഖുർആനിൽ എന്താണ് അതിന്റെ പരിഭാഷ എന്ന് പഠിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലാതെ ഉസ്താദുമാര് പറയുന്നതാണ് ദീനി എന്ന് കേട്ടുകൊണ്ട് ജീവിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ എവിടെയും എത്താൻ പോകുന്നില്ല. ഉസ്താദുമാരാണ് ശരി എന്ന് വിശ്വസിച്ച് പോരുന്നവർക്കാണ് സൂറത്ത് തൗബയിലെ 31-മത്തെ ആയത്ത്. എന്താണ് 31-മത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നത്? അവർ അവരുടെ പണ്ഡിതന്മാരെ ദൈവങ്ങളാക്കി കണ്ടു എന്ന്. അല്ലെ? യഥാർത്ഥ ദൈവം അള്ളാഹു മാത്രമാണെന്നാണ് വ്യക്തമാക്കുന്നത്. അപ്പൊ തീവ്രവാദത്തെയും ഭീകരവാദത്തെയും ഇസ്ലാം പൂർണ്ണമായി എതിർക്കുന്നു. IS പോലെയുള്ള തീവ്രവാദ സംഘങ്ങളെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പരസ്യമായി തള്ളിപ്പറഞ്ഞതും ബോധവൽക്കരണം നടത്തിയതും മുജാഹിദ് പ്രസ്ഥാനമാണ്. അതുപോലെ മുജാഹിദുകൾക്ക് മദ്ഹബുകളില്ലേ എന്നാണ് ഇവർ ചോദിക്കുന്നത്. 6-മത്തെ കാര്യം, ഷാഫി, ഹനഫി തുടങ്ങിയ 4 മദ്ഹബുകളും സലഫുകൾ അംഗീകരിക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം? 4 ഇമാമുമാരെയും സലഫുകൾ ബഹുമാനിക്കുന്നു, അല്ലാതെ ആരാധിക്കില്ല. അവർ ബഹുമാനിക്കുന്നുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു ഇമാമിന്റെ വാക്ക് അന്ധമായി വിശ്വസിക്കുന്നതിന് പകരം ഖുർആനിലും ഹദീസിലും കൂടുതൽ യോജിച്ച അഭിപ്രായം സ്വീകരിക്കുകയാണ് സലഫുകൾ ചെയ്യാറുള്ളത്. ഇത് നിങ്ങൾക്ക് ഏത് സലഫിയോട് ചോദിച്ചാലും മനസ്സിലാകും, ഏത് കുട്ടിയോട് ചോദിച്ചാലും മനസ്സിലാകും. എന്റെ ഉമ്മമാരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും തെറ്റാണ്. അത് തെളിയിച്ചു തരികയാണ് ഈ സഹോദരൻ ചെയ്യുന്നത്. നിങ്ങൾ പോയി നിങ്ങളുടെ പണ്ഡിതന്മാരെ കണ്ട് ഇന്ന് തന്നെ ചോദിച്ചു നോക്ക്, ഈ സഹോദരൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോന്ന്. 7-മത്തതിലേക്ക് കടക്കുകയാണ്. ആത്മീയ ചികിത്സയെ, അതായത് ശിഫാ, തള്ളിക്കളയുന്നുണ്ടോ എന്നാണ്. എന്താണ് ഇവർക്കെതിരെയുള്ള ആരോപണം? മന്ത്രവാദം, ഉറുക്ക്, നൂലുകെട്ടല് തുടങ്ങിയ പരമ്പരാഗത ആത്മീയ ചികിത്സകളെ സലഫികൾ പൂർണ്ണമായി തള്ളിക്കളയുന്നു. ഇതാണ് ഞങ്ങൾ നേരിടുന്ന ആരോപണം.
ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് ഉമ്മമാരെ? പ്രവാചകൻ പഠിപ്പിച്ച ദുആകളും ഖുർആൻ സൂക്തങ്ങളും ഓതിക്കൊണ്ട് മന്ത്രിക്കുന്നതിന്റെ, അതായത് റുഖിയ ശർഇയ, അവർ എതിർക്കുന്നില്ല. എന്നാൽ വ്യാജസിദ്ധന്മാരുടെ തട്ടിപ്പുകളെയും നൂലുകെട്ടൽ പോലുള്ള അന്ധവിശ്വാസങ്ങളെയും മാത്രമാണ് അവർ എതിർക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഖുർആനിലേക്കൊന്ന് കടന്നു നോക്കൂ ഉമ്മമാരെ, നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് മുഴുവനായിട്ട് കേൾക്കണേ എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അറിയുമോ? എന്റെ പൊന്നാര ഉമ്മ, നമ്മൾ എല്ലാ ദിവസവും ചൊല്ലുന്ന ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന സൂറത്തുണ്ടല്ലോ, എന്താണ് അതിലൂടെ പറയുന്നത്? നിങ്ങളെ അനുകൂലിക്കുകയാണോ അള്ളാഹു ചെയ്യുന്നത്, അതോ എതിർക്കുകയാണോ ചെയ്യുന്നത്? കേട്ടു നോക്കുക. എന്താ പറയുന്നത്? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ്. എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് നഫ്ഫാസാത്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വമിൻ ശർറ്, കണ്ടോ, ശർറ്, വമിൻ ശർറ്, എന്ത് ഷർറാണ് എന്നാണ് പറയുന്നത്? നഫ്ഫാസാത്തി, കെട്ടുകളിൽ ഊതുന്ന ആളുകളുടെ ഷർറിനെ തൊട്ട് കാക്കണേ എന്നാണ് അള്ളാഹു നമ്മോട് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്ക് സമസ്തക്കാരെ, നിങ്ങൾ ഈ കെട്ടിലൂതുന്ന ആളുകളെ, എന്താണ് അതിന്റെ അർത്ഥം? നൂല് കെട്ടിക്കൊടുക്കുന്ന ആളുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവര് നിങ്ങൾക്ക് ഷർറാണ് എന്നാണ് പറയുന്നത്. എത്ര പ്രാവശ്യം എന്റെ ഉമ്മമാർ ഒരു ദിവസം ഈ സൂറത്ത് ഓതുന്നുണ്ട്? ഇതുവരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഷർറാണ് എന്നാണ് പറയുന്നത്. അതായത് ഈ കെട്ടിലൂതുന്ന പണ്ഡിതന്മാരുണ്ടല്ലോ, അവര് നിങ്ങൾക്ക് ശകുനമാണെന്നാണ് ഖുർആൻ പറയുന്നത്. അതായത് വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ്, അല്ലെ, കെട്ടുകളിൽ ഊതുന്നവരുടെ ഷർറിനെ തൊട്ടും കാക്കണേ അല്ലാ എന്നാണ് നമ്മൾ പറയുന്നത്. എന്നിട്ട് ഈ കെട്ടിലൂതുന്ന ആളുകൾ മഹാന്മാരായി ചിത്രീകരിക്കുകയാണ് ഈ പ്രസ്ഥാനം ചെയ്യുന്നത്. അടുത്തതിലേക്ക് കടക്കട്ടെ. എട്ടാമത്തെ കാര്യം, നബിദിനാഘോഷമില്ലാത്തത് എന്തുകൊണ്ട്? ഇതാണ് ഞങ്ങൾക്കെതിരെയുള്ള ആരോപണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ലായ്മ കൊണ്ടാണ് സലഫികൾ നബിദിനം ആഘോഷിക്കാത്തത് എന്നാണ് ഞങ്ങൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം? പ്രവാചകന്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്നുണ്ട് ഞങ്ങൾ. എന്നാൽ നബിദിനം ആഘോഷിക്കാൻ പ്രവാചകനോ സഹാബികളോ പഠിപ്പിച്ചിട്ടില്ലാത്തതിനാൽ അത് മതത്തിൽ പുതുതായി ഉണ്ടായ ഒരു ആചാരമാണ്, ബിദ്അത്ത് എന്നാണ് ഞങ്ങളുടെ വാദം. ഒന്ന് ചിന്തിച്ചു നോക്കൂ ഉമ്മമാരെ, അള്ളാഹുവിന്റെ പ്രവാചകന് ഒരു കാരക്കയുടെ പൊട്ട് പോലും അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ നാട്ടിൽ വിതരണം ചെയ്തതായി കാണാൻ സാധിക്കുമോ? മക്കയിൽ നിന്നും മദീനയിലേക്ക് ഒരു റാലി പോയതായി കാണുമോ? ഇനി വേണ്ട, അവരുടെ അടുത്തൊരു പ്രദേശത്ത് നിന്നും അടുത്തൊരു പ്രദേശത്തേക്ക് റാലി നടത്തിയതായി കാണാൻ സാധിക്കുമോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ വഫാത്ത് ദിവസമാണ് ആഘോഷിക്കുന്നത് എന്ന് പോലും ചിന്തിക്കാതെ എന്നിട്ട് പറയുകയാണ് മുജാഹിദീങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിനോട് സ്നേഹമില്ലത്രേ. അള്ളാഹുവിന്റെ റസൂല് സാധാരണക്കാരനെന്ന് പറയുന്നു. അള്ളാഹിന്റെ റസൂല് സാധാരണക്കാരനെന്ന് റസൂല് പറഞ്ഞിട്ടില്ലേ നമ്മോട്? വെള്ളിയാഴ്ച പാരായണം ചെയ്യുന്ന, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, സൂറത്തുൽ കഹ്ഫ് അവസാനിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് എടുത്തു നോക്കിയാൽ മനസ്സിലാകും. അടുത്തതിലേക്ക് കടക്കുകയാണ്. അപ്പൊ നബിദിനാഘോഷം, മുജാഹിദീങ്ങള് നബിദിനം ആഘോഷിക്കില്ല. അത് നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് എന്തെന്നെ പറഞ്ഞു പരത്തിയാലും അത് ആഘോഷിക്കില്ല. ഞങ്ങളെ പ്രവാചകൻ ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞ ദിവസം ഞങ്ങൾ ആഘോഷിക്കില്ല. ഇസ്ലാമിൽ ആഘോഷമാണ് ഞങ്ങളെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നത്. ആ ആഘോഷങ്ങൾ ഞങ്ങൾ നടത്തും. അതും അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ചട്ടക്കൂട് ഉണ്ടാക്കി തന്നിട്ടുണ്ട്, അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടേ നടത്തൂ. അടുത്തതായി 9ാമത്തെ കാര്യമാണ്, പാരമ്പര്യ ഇസ്ലാമിക കലകളെ എതിർക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. എന്താണ് പാരമ്പര്യ ഇസ്ലാമിക കലകള്? ദഫ്മുട്ട്, മൗലിദ് പാട്ടുകള് തുടങ്ങിയ പാരമ്പര്യ കലകളെ സലഫികൾ വിലക്കുന്നു എന്നാണ് ഞങ്ങൾക്കെതിരെയുള്ള ആരോപണം. കലകളോടുള്ള എതിർപ്പല്ല, മറിച്ച് മതപരമായ പുണ്യകർമ്മം എന്ന രീതിയിൽ അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന അനാചാരങ്ങളെയും അമിത ആഹ്ലാദത്തെയുമാണ് തങ്ങൾ വിമർശിക്കുന്നത്. ഇസ്ലാമിൽ അമിത ആഹ്ലാദമില്ല സുഹൃത്തുക്കളെ, സ്വയം പൊക്കികളില്ല സുഹൃത്തുക്കളെ. അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹുവിന്റെ റസൂലിനെ പൊക്കി പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കില്ല. ആരും ആരെയും പൊക്കി പറയുന്നതായി അങ്ങനെയുള്ളൊരു സമ്പ്രദായം ഇസ്ലാമിൽ നമുക്ക് ആർക്കും കാണാൻ സാധിക്കില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ഒരു കാര്യം നാം എല്ലാവരും ഈ സന്ദർഭത്തിൽ ഓർക്കണം. അതായത് മറിയമിന്റെ മകൻ ഈസയെ അവർ ആരാധിച്ചതുപോലെ, കണ്ടല്ലേ, അതായത് മറിയമിന്റെ മകൻ ഈസയെ അവർ കാണിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ കാണിക്കരുത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ്. എന്താണ് ഇതിൽ നിന്നും ബുദ്ധിയുള്ള ഉമ്മമാരെ ഉപ്പമാരെ മനസ്സിലാക്കേണ്ടത്? അപ്പൊ പാരമ്പര്യ ഇസ്ലാമിക കലകളെ മുജാഹിദുകൾ എതിർക്കുന്നില്ല. അതായത് സംഗീതം ഞങ്ങൾ എതിർക്കും. കാരണം നിങ്ങൾ പറയുന്നത് പാരമ്പര്യ കലകൾ എന്നാണ്. പാരമ്പര്യത്തിൽ എവിടെയാണ് സംഗീതം?
സംഗീതം ഫിർഔനും കൂട്ടരും നടത്തിയതാണ്. ഇസ്ലാമിൽ സംഗീതമില്ല. അപ്പോൾ സംഗീതങ്ങളെ ഞങ്ങൾ എതിർക്കുക തന്നെ ചെയ്യും. മറിച്ച് മതപരമായ പുണ്യകർമ്മം എന്ന രീതിയിൽ അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന അനാചാരങ്ങളെയും അമിത ആഹ്ലാദത്തെയും ഞങ്ങൾ വിമർശിക്കുക തന്നെ ചെയ്യും. അത് റബീഉൽ അവ്വൽ മാസം വരണമെന്നൊന്നുമില്ല. ഞങ്ങൾക്ക് റബീഉൽ അവ്വൽ കാക്കാനുള്ള സമയമൊന്നുമില്ല. ഞങ്ങൾ ഇത് പ്രസംഗിച്ചു കൊണ്ടേയിരിക്കും. ഏത് തെരുവിലും ഞങ്ങൾ ഇത് ഉണർത്തിക്കൊണ്ടേയിരിക്കും. കാരണം ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്, ശിക്ഷിക്കുകയല്ല. നിങ്ങളെ ശിക്ഷിക്കുന്നത് നിങ്ങളുടെ പ്രസ്ഥാനം തന്നെയാണ്. ആവശ്യമില്ലാതെ പണങ്ങൾ കൊണ്ടുപോയി ജാറത്തിങ്ങൾ മുണ്ടാനോ സംസാരിക്കാനോ നോക്കാനോ കാണാനോ അറിയാത്തവരുടെ കല്ലിനോടും മരത്തിനോടും കൊണ്ടുപോയി വാരി വിതറുന്ന നിങ്ങൾ തന്നെയാണ് പരാജയക്കാർ എന്ന് മനസ്സിലാക്കുക. എന്റെ ഉമ്മമാരെ ഉപ്പമാരെ, ഈ സഹോദരൻ ഒരു പണ്ഡിതനല്ല. ഈ സഹോദരൻ 10ാം ക്ലാസ് വരെ മാത്രം പഠിച്ചൊരു വിദ്യാർത്ഥിയായിട്ട് എന്നെ കണ്ടാ മതി. നിങ്ങളൊരു സഹോദരനായിട്ട് കണ്ടാ മതി. പക്ഷേ എന്നിട്ടും ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എന്റെ യൂട്യൂബിൽ മോണിറ്റൈസർ പോലും ചെയ്യാത്ത ചാനലാണ്. ഇനി നിങ്ങൾ പറയും പിന്നെ പൈസക്ക് വേണ്ടിയാണെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ വാട്സപ്പിലൂടെ ഇതേപോലെ പ്രസംഗിച്ചു വിടുമായിരുന്നു എന്റെ കൂട്ടുകാർക്ക്, അറിയാമോ? അപ്പോൾ യൂട്യൂബ് എനിക്ക് വരുമാനം തരികയാണെങ്കിൽ ഞാൻ വലിയ ഔലിയൊന്നും അല്ല. ഞാൻ വേണ്ടാന്ന് പറയില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തായാലും ഞാൻ വേണ്ടാന്നും പറയില്ല. ഞാൻ എന്നെ പറ്റി കള്ളം പറയില്ല. യൂട്യൂബ് എനിക്ക് പണം തരുകയാണെങ്കിൽ ഞാനത് വാങ്ങുകയും ചെയ്യും. കാരണം ഞാൻ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു തരുന്നത് നിങ്ങളെ നന്നാക്കാനാണ്, എന്നെ നന്നാക്കാനല്ല. നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ യൂട്യൂബ് വരുമാനം എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സ് തളർത്താൻ ആരും വരണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെനിക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടും, കിട്ടിയില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല. കാരണം ഞാൻ ഇതൊന്നുമില്ലാത്ത കാലത്തും വാട്സപ്പിലൂടെ എന്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ ഈ സന്ദേശങ്ങൾ അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ഇന്നും ഞാൻ അത് ചെയ്തു പോരുന്നു. ഏത് ജാറത്തിന്റെ മുന്നിലൂടെ ഞാൻ പാസ് ചെയ്യുകയാണെങ്കിലും അവിടെ ശിർക്ക് ചെയ്യുന്ന ഉമ്മമാരെ കണ്ടാലും ഉപ്പമാരെ കണ്ടാലും ഞാൻ അവിടെ എന്റെ വണ്ടി നിർത്തി അവർക്കൊരു ഉപദേശം കൊടുക്കാറുണ്ട്. അത് അൽഹംദുലില്ലാഹ് എനിക്ക് അള്ളാഹു തന്നൊരു നിഅമത്താണ്. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് അള്ളാഹു തന്ന ഹിദായത്ത് നിലനിർത്തലാണ് എന്റെ അവകാശം. അത് നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം അള്ളാഹു ഹിദായത്ത് നമ്മിൽ നിന്നും എടുത്തു കളഞ്ഞാൽ വലിയ നഷ്ടമാണ് നമുക്കുണ്ടാവുക. അള്ളാഹു താല ഹിദായത്ത് നിലനിർത്തി തരുന്നവർ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന് സാന്ദർഭികമായി പ്രാർത്ഥിക്കുകയാണ്. കാരണം ഹിദായത്ത് നഷ്ടപ്പെട്ടവൻ പിന്നെ ഒന്നുമില്ല. 1000 വർഷം ഇബാദത്ത് ചെയ്താലും കൊല്ലം കൊല്ലം ഹജ്ജ് ചെയ്തു കഴിഞ്ഞാലും ജീവിതത്തിൽ ശിർക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടില്ല. ഉമ്മമാരെ ഉപ്പമാരെ, സമസ്ത എന്ന പ്രസ്ഥാനം ഇന്ന് കേരളത്തിൽ ചെയ്യുന്നത് മുഴുവൻ ശിർക്ക് തന്നെയാണ്. കാരണം ഇസ്ലാമിലെ ഏറ്റവും വലിയ പാപമായ സബുൽ മുബിക്കാത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ശിർക്കാണ് നമ്മളെ കൊണ്ട് ഇവർ ഏറ്റവും കൂടുതൽ ചെയ്യിപ്പിക്കുന്നത്. ഇവർ ചെയ്താൽ നമുക്ക് പ്രശ്നമില്ലായിരുന്നു. ഇവർ ചെയ്യുകയും നമ്മളെ കൊണ്ട് നിർബന്ധിപ്പിക്കുകയും ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? കൊല്ലത്തിൽ കിട്ടുന്ന ഒരു ചെമ്പിറച്ചിയുടെ പേരിലാണെന്ന് ഓർക്കണം. ചെമ്പിറച്ചിക്ക് ഒരു പ്രത്യേക രുചി കിട്ടാനുള്ള കാരണം എന്താ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പേ ഉറങ്ങുമ്പോൾ കിട്ടുന്ന സുഖം, ഏർവാടിയിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന സുഖം, ഇവിടെയെല്ലാം ശൈത്താനാണെങ്കിൽ ഈ ഇറച്ചിക്ക് ടേസ്റ്റ് കിട്ടാനുള്ള കാരണവും ശൈത്താനാണെന്ന് നാം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഈ ചെമ്പിറച്ചി വൈറലായത്? ഏത് നാട്ടിലും ചെമ്പിറച്ചി ഉണ്ടാക്കാനുള്ള കാരണം എന്താണ്? ഏത് ബീഫ് കൂട്ടാത്തവനും ചെമ്പിറച്ചി മാത്രം കഴിക്കുന്നത് നാം കാണാറുണ്ട്. എന്തുകൊണ്ടാണ്? എത്ര കൊളസ്ട്രോൾ ഉള്ള ആളും അന്ന് കിട്ടുന്നതിൽ നിന്നും ഒരു കഷ്ണമെങ്കിലും ആ ബീഫ് എടുത്ത് വായിൽ വെക്കാത്തവരുണ്ടാവില്ല. എന്തായിരിക്കും കാരണം? പിശാചാണ് അതിൻ്റെതായ രുചി നൽകുന്നത്. ചിന്തിച്ചു നോക്കണം എന്റെ ഉമ്മമാരെ. ഈ ചെമ്പിറച്ചിയുടെ മണം കണ്ടുകൊണ്ട് നിങ്ങളുടെ സ്വർഗം നരകമാക്കി മാറ്റരുത്. നിങ്ങളുടെ പരലോകം കളയരുത്. ഉമ്മമാരെ ഉപ്പമാരെ, നിങ്ങൾക്ക് അള്ളാഹു എവിടെയാണോ അമിതമായി സുഖം തരുന്നത് എന്ന് കാണുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ഒക്കെ മാതൃക നമ്മൾ പഠിച്ചതല്ലേ? ദാവൂദ് നബിക്ക് അള്ളാഹു താല പണം കൊടുത്തപ്പോൾ ദാവൂദ് നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് പറഞ്ഞത് എന്താണെന്നറിയുമോ? എന്നെ റബ്ബേ നീ പരീക്ഷിക്കുകയല്ലേ എന്നാ ചോദിച്ചത്, അല്ലെ? ഈ പരീക്ഷണ തൊട്ട് എന്നെ കാക്കണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ആളല്ലേ ദാവൂദ് നബി? ഒന്ന് ചിന്തിച്ചു നോക്ക്.
അപ്പോൾ ഇസ്ലാമിൽ 9ാമത്തെ കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, പാരമ്പര്യ ഇസ്ലാമിക കലകളെ ഞങ്ങൾ എതിർക്കുന്നില്ല. ഞങ്ങൾ സംഗീതത്തെ എതിർക്കും. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ കൊട്ടുന്ന താളത്തെയും മുട്ടുകളെയും ഞങ്ങൾ എതിർക്കുക തന്നെ ചെയ്യും. കാരണം അള്ളാഹു താല പഠിപ്പിച്ചു തന്നിട്ടില്ല അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേര് പറഞ്ഞുകൊണ്ട് ദഫ് മുട്ടണമെന്നും അവിടെ പോയി ശിങ്കാരിമേളം നടത്തണമെന്നും ആണും പെണ്ണും മിക്സ് ചെയ്തുകൊണ്ട് റാലി നടത്തണമെന്നും ഒന്നും ഇസ്ലാമിൽ അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതനുസരിക്കുന്നതിനാണ് സുന്നത്ത് എന്ന് പറയുക. നമ്മുടെ ഇഷ്ടത്തിന് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കൂട്ടാൻ സാധിക്കും. നിസ്കാരം ഫർളല്ലേ, എത്ര പുണ്യമുള്ള കാര്യമാണ് നിസ്കാരം. എന്തുകൊണ്ട് സുബ്ഹി നമുക്ക് 3 ആക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ടാണ് ഒരു ദിവസം ളുഹർ 2 പ്രാവശ്യം നമ്മൾ ആരും നിസ്കരിക്കാത്തത്? ഇതൊക്കെ നമുക്ക് പേടിയാണ്. പക്ഷെ ശിർക്ക് ചെയ്യാൻ നമുക്കൊരു പേടിയില്ല. ഈ ചിന്ത നമ്മൾ ഓരോരുത്തരും മാറ്റണമെന്ന് സാന്ദർഭികമായി ഓർമ്മിക്കുകയാണ്. അടുത്തതായി സലഫികൾ സൗദി അറേബ്യയുടെ ഏജന്റുമാരാണെന്നാണ് ഈ സമസ്ത വാദിക്കാറുള്ളത്. സൗദിയിലെ വഹാബി ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി പണം വാങ്ങുന്നവരാണ് എന്നാണ് നഊദുബില്ലാ കേരളത്തിലെ സലഫികൾ എന്നാണ് ഇവർ പറയാറുള്ളത്. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം? ഇതൊരു രാഷ്ട്രീയ ആരോപണം മാത്രമാണ്. അതായത് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം സ്വന്തം നാട്ടിലെ ജനങ്ങളുടെ കൂട്ടായ്മയിലൂടെയും സംഭാവനയിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ആശയപരമായ സാമ്യതയുണ്ടെന്ന് പണം വാങ്ങുന്നു എന്നതിന് തെളിവല്ല എന്റെ ഉമ്മമാരെ. അതായത് അവിടുത്തെ ആശയവും ഇവിടുത്തെ ആശയവും ഒന്നാവാൻ കാരണം അവിടെയും ഖുർആനാണ്, ഇവിടെയും ഖുർആനാണ് ഞങ്ങൾ പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആചാരങ്ങൾ നിങ്ങൾക്ക് വലിയ സംഭവമായി തോന്നുന്നത്. അല്ലാഹു തആല പറയുകയല്ലേ, എന്തിനാണ് നിങ്ങൾ ആവശ്യമില്ലാത്തതിലേക്ക് എത്തി നോക്കുന്നത്? ആവശ്യമുള്ളത് ചെയ്താ പോരെ. അഫലാ യതദബ്ബറുൽ ഖുർആൻ എന്നല്ലേ അള്ളാഹ് പഠിപ്പിച്ചു തന്നത്. ഖുർആൻ എഴുതിക്കൊണ്ടുവരുന്ന മാലമൗലിദുകളിലേക്ക് നോക്കിയത് കൊണ്ട് നാളെ ഖബറിൽ പോലും അല്ലാഹു തആല ഇമാമിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഷാഫി ഇമാം എന്നല്ല അവിടെ പറയേണ്ടത്, ഞാൻ ഖുർആനെ ഇമാമാക്കി ജീവിച്ചു എന്നാണ് എന്റെ ഉമ്മമാരെ ഉപ്പമാരങ്ങൾ പറയേണ്ടത്. അടുത്തത് 11ാമത്തെ കാര്യമാണ്, സലഫികൾ മാതാപിതാക്കളെ ബഹുമാനിക്കാത്തവരാണോ എന്നാണ് ഇവർ പറയാറുള്ളത്. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? സലഫികൾ മാതാപിതാക്കളെ ബഹുമാനിക്കാറില്ലേ? മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി മരണാനന്തര ചടങ്ങുകളോ അതായത് അടിയന്തരം പ്രത്യേക പ്രാർത്ഥനാ സദസ്സുകളോ ഒന്നും നടത്താറില്ല എന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മുടെ മക്കൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ പേരിൽ ഭക്ഷണമുണ്ടാക്കി കഴിക്കുന്നത് സ്നേഹവും അത് കഴിക്കാതിരിക്കുന്നത് സ്നേഹമല്ലായ്മയുമാണെന്ന് നിങ്ങൾ പറയുമ്പോൾ തന്നെ ഇവിടെ നിങ്ങൾ തോൽക്കുകയാണ് എന്റെ ഉമ്മമാരെ. കാരണം നമ്മുടെ ബാപ്പാക്ക് മരിക്കുന്നതിന് മുമ്പ് നല്ല ഇറച്ചി തിന്നാനും ചിക്കൻ തിന്നാനും ബോധ്യമുണ്ടാവും. എന്നിട്ട് മരണപ്പെട്ടതിന് ശേഷം 3ന്റെ അന്ന് സ്വന്തം മക്കൾ പറയുകയാണ്, ബാപ്പാക്ക് ഇഷ്ടം ചിക്കൻ ബിരിയാണി ആയിരുന്നു, നമുക്ക് ചിക്കൻ ഉണ്ടാക്കിയാലോ എന്ന്. അപ്പൊ മറ്റു മക്കൾ പറയും, നമുക്ക് ബീഫ് വെക്കാം, അതായിരുന്നു ഉപ്പാക്ക് ഇഷ്ടം എന്ന് പറയും. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് കണ്ണോക്ക് നിങ്ങളും ചിന്തിച്ചു നോക്ക്. നമ്മുടെ ഉമ്മാന്റെയും ഉപ്പാന്റെയും കണ്ണ് തള്ളി പോകുന്ന ദിവസമാണ് കണ്ണോക്ക്. ആ പേരിൽ തന്നെ ഇല്ലേ പൊന്നു സുഹൃത്തുക്കളെ. എന്നിട്ടും കണ്ണോക്കിന് പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണും മൂക്കും കൂർപ്പിച്ചുകൊണ്ട് അലുവ കഷ്ണം വെച്ച് തിന്നുന്ന എന്റെ സമസ്തക്കാരെ, നിങ്ങളെ പറ്റി എന്താണ് ഞാൻ പറയേണ്ടത്? സ്വന്തം ഉമ്മാന്റെ കണ്ണ് പൊട്ടി പോവുകയാണ് ഖബറില്. ശരീരം ചീഞ്ഞ് പുഴുക്കളരിച്ചുകൊണ്ട് ദുർഗന്ധം വമിച്ചുകൊണ്ട് ആ സമയത്ത് ഖബർ തുറന്നു നോക്കിയാൽ നാം പേടിച്ച് നിലവിളിച്ചു പോകും. ആ സമയത്ത് ഇവിടെ സ്വന്തം ഉമ്മാന്റെ പേരിൽ തിന്നുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, മരണത്തിന്റെ വേദന എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ പകുതി വേദനയാണ് സ്ത്രീകളുടെ പ്രസവത്തിന് എന്ന് പറയുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരു പ്രസവം കഴിഞ്ഞ ഒരു സ്ത്രീ ലേബർ റൂമിൽ കിടക്കുമ്പോൾ ഡോക്ടർ പറയുന്നു, പൊന്നുമോളെ ഒരു 3 മണിക്കൂർ നേരത്തിന് നീ ഒന്നും കഴിക്കല്ലേ എന്ന്. എന്നിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഈ സ്ത്രീ അവരുടെ ഭർത്താവിനെ വിളിക്കുകയാണ്. എന്നിട്ട് ഭർത്താവിനോട് പറയുകയാണ്, എനിക്ക് നൈസിനോട് പറയുകയാണ്, എനിക്ക് എന്റെ ഇക്കാനെ ഒന്ന് കാണണമെന്ന്. ഈ സമയം ഇക്ക എന്ത് ചെയ്യുകയാണ്? ഒരു പ്ലേറ്റ് ചോറ് ഈ കഴിക്കരുത് എന്ന് പറഞ്ഞ ഭാര്യയുടെ മുമ്പിലിരുന്നു കൊണ്ട് നല്ല ചിക്കൻ ബിരിയാണി ഇങ്ങനെ കഴിക്കുമ്പോ ഈ ഭാര്യക്ക് അപ്പോ മനസ്സിലുണ്ടാവുന്ന ഫീൽ എന്തായിരിക്കും? അതായിരിക്കും ഈ മയ്യത്തുകളുടെയൊക്കെ അവസ്ഥ. നിങ്ങളാണ് പറയുന്നത് മരിച്ചോലി കേൾക്കുന്നില്ലത്. ഞങ്ങൾക്ക് പിന്നെ ആ വിശ്വാസമില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. മരിച്ചവർ കേൾക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഉമ്മമാര് നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തി ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് കമന്റിലൂടെ അറിയിക്കുക. എന്റെ ഉമ്മമാരെ കമന്റിലൂടെ അറിയിക്കണേ, ഇതിന്റെ അടിയിൽ അറിയിക്കണേ. നിങ്ങൾക്ക് അങ്ങനെ എന്താണ് ഇതിനെ കുറിച്ച് അഭിപ്രായം? മരിച്ച വീട്ടിൽ കൊടുക്കുന്ന ഈ ഭക്ഷണത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ. അടുത്തതായിട്ട് 12ാമത്തെ കാര്യം പറയാനുള്ളത് തറാവീഹ് നമസ്കാരം കുറച്ചു എന്നാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക.
നിങ്ങളൊരു സമസ്തക്കാരുടെ പള്ളിയിലും ഒരു സലഫിയുടെ പള്ളിയിലും തറാവി നിസ്കരിക്കാൻ പോയി കഴിഞ്ഞാൽ സലഫി പള്ളിയിലാണ് അവസാനം തറാവീഹ് തീരുക. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്ത്, ഇവർക്ക് ഇതിൽ നിന്നും പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. എന്തായിരിക്കും പിന്നെ? അള്ളാഹുവിന്റെ പ്രവാചകൻ അത്രയേ നിസ്കരിച്ചിട്ടുള്ളൂ, നമുക്ക് കാണിച്ചു തന്നത് അത്രയേ ഉള്ളൂ. നേരെ മറിച്ച് അള്ളാഹിന്റെ പ്രവാചകന് നിങ്ങൾ 20 നിസ്കരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നിസ്കരിക്കാമായിരുന്നു, കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നിസ്കരിക്കാമായിരുന്നു. തറാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖിയാമുൽ ലൈലല്ലേ, അതായത് രാത്രി നിസ്കാരമാണ്. എത്ര വേണമെങ്കിലും ദൈർഘ്യം നമുക്ക് ഇതിനെ കൊടുക്കാൻ പറ്റും. മുആവിയ റളിയല്ലാഹു അൻഹു ഒരു ദിവസം മുഴുവൻ എണീറ്റ് നിസ്കരിക്കുന്നതായി കാണാൻ സാധിക്കും. അതായത് ഖുർആൻ മൊത്തം പാരായണം ചെയ്തു എന്നാണ് പറയുന്നത്, അതായത് രാത്രി മുഴുവൻ നിസ്കരിച്ചു എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള എത്രയോ സഹാബിമാരുണ്ട്. സൂറത്തുൽ മുസമ്മിൽ ഒന്ന് എടുത്തു നോക്കുക. സൂറത്ത് മുസമ്മിലെ 20 ആയത്തുകൾ പറയുന്നുണ്ട്. അതിൽ 19 ആയത്തുകളും അല്ലാഹു തആല വിശദമാക്കിയതിനു ശേഷം 20ാമത്തെ ആയത്ത് ഇറങ്ങാൻ കുറച്ച് മാസങ്ങൾ എടുത്തു. ഏകദേശം 6 മാസക്കാലം കഴിഞ്ഞിട്ടാണ് ഈ 20ാമത്തെ ആയത്ത് അല്ലാഹു ഇറക്കുന്നത്. അപ്പോഴേക്കും സഹാബിമാർ നിസ്കരിച്ച് ക്ഷീണിച്ചിട്ട് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ക്ഷീണിച്ച് തളർന്നിരുന്നു. ആ സമയത്ത് അവർക്ക് ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത സമയം. ഈ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകനോട് പോയി ഇവർ കംപ്ലൈന്റ് ചെയ്യുകയാണ്. അങ്ങനെ അല്ലാഹു തആല സൂറത്തുൽ മുസമ്മില് 20ാമത്തെ വചനത്തിലൂടെ അല്ലാഹു തആല അവർക്ക് ഒരുപാട് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുന്നുണ്ട്. രാത്രി മുഴുവൻ ഖുർആൻ ഓതുക എന്ന് അള്ളാഹു പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കുറച്ച് ഓതുക, വളരെ നീട്ടി ഓതേണ്ട ആവശ്യമില്ല എന്നൊക്കെ അവർക്ക് ഒരു ചെറിയൊരു എക്സ്ക്യൂസ് കൊടുക്കുകയാണ് അള്ളാഹു താല അവിടെ ചെയ്യുന്നത്. അടുത്തതായി എന്റെ സുഹൃത്തുക്കളെ, അപ്പൊ തറാവീഹ് നമ്മൾ പറഞ്ഞു, ഇവരാണ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ട് നിസ്കരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ വളരെ മാന്യമായി പാരായണം ചെയ്തുകൊണ്ടാണ് ഇവർ നിസ്കരിക്കുന്നത്. നിങ്ങളോ തലക്കം അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞിട്ട് നിങ്ങളെ സമസ്തയുടെ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ കാണാം, ബേക്കിൽ നിൽക്കുന്ന കുട്ടികൾ കോഴിക്കുണ്ടം ലും ഇടക്കടിക്ക് പോയിട്ട് ഇങ്ങനെ ഔദിൽ പോയിട്ട് ഒന്നുണ്ടാക്കലും വെള്ളം കൊണ്ട് കളിക്കലും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കാണാറുള്ളത്. നിങ്ങൾക്കില്ല എന്ന് വാദിക്കാനൊന്നുമില്ല. നിങ്ങളൊരു ജുമയ്ക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാം, സമസ്തയുടെ പള്ളിയിൽ ജുമയ്ക്ക് പോയി കഴിഞ്ഞാൽ ആകെ ഒരു ബഹളമായിരിക്കും അതിന്റെ ഉള്ളിൽ ഖുതുബയുടെ സമയത്ത്. കാരണം എന്താണ്? അവർക്ക് ഖുതുബ തിരിയുന്നില്ല. കാരണം മുജാഹിദുകളുടെ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ മലയാളത്തിൽ ഖുതുബ ഓതും. ഖുതുബയുടെ അർത്ഥം തന്നെ എന്താണെന്ന് ചിന്തിച്ചു നോക്കിയാൽ ആ സംശയം തീരും. ഖുതുബ എന്ന് പറഞ്ഞാൽ പ്രഭാഷണമല്ലേ? ആ വിഷയത്തിലേക്ക് നാം വരുന്നുണ്ട്. അടുത്തതായി നമുക്ക് 13ാമത്തെ ഐറ്റം, അതായത് ഖുതുബ മലയാളത്തിലാക്കി, ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഖുതുബ മലയാളത്തിലാക്കി മതത്തിൽ മാറ്റം വരുത്തി എന്നാണ് ഇവർ പറയുന്നത്. അതായത് വെള്ളിയാഴ്ചകളിലെ ജുമാ ഖുതുബ അതായത് അറബിയിൽ മാത്രമായിരിക്കണം എന്നാണ് ഇവർ വാദിക്കുന്നത്. ആര്? സമസ്തക്കാര്. മുജാഹിദുകൾ പറയുന്നു ഖുതുബ എന്നത് ജനങ്ങൾക്ക് ഉപദേശവും മതജ്ഞാനവും നൽകാനുള്ളതാണ്. കേൾക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ പ്രസംഗിച്ചാൽ അതിന്റെ ലക്ഷ്യം പൂർത്തിയാകില്ല. പ്രവാചകന്റെ കാലത്ത് അവിടെയുള്ള ജനങ്ങളുടെ ഭാഷയിലാണ് ഖുതുബകൾ നിർവഹിച്ചത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. പഴയ ഗ്രന്ഥങ്ങളിലൂടെ എല്ലാം കാണാൻ സാധിക്കും. അതായത് വിശുദ്ധ ഖുർആനിൽ 25ഓളം പ്രവാചകന്മാരുടെ പേര് അല്ലാഹു തആല പറയുന്നുണ്ട്. അതിൽ 21 പ്രവാചകന്മാരും സംസാരിച്ചിരുന്നത് അറബിയല്ലായിരുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, അവരെല്ലാം ഏത് ഭാഷയിലായിരിക്കും ഇത് പാരായണം നടത്തിയിട്ടുണ്ടാകുക? ഒന്ന് ചിന്തിച്ചു നോക്കുമ്പമാരെ ഉപ്പമാരെ. അതായത് ജനങ്ങളോടുള്ള ഉപദേശം ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കണം. അള്ളാഹു തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? അതായത് ഞാൻ സൂറത്ത് ഇബ്രാഹിമിലെ 4ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നില്ലേ, അതായത് നിങ്ങൾ ആ നാട്ടിൽ എത്ര പേര് എങ്ങനെയാണോ ആ നാട്ടിലെ ശതമാനം അതിനനുസരിച്ചിട്ടായിരിക്കും അള്ളാഹു താല പ്രവാചകന്മാരെ അയക്കുക. അതായത് ആ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതാണോ ആ ഭാഷയിലാണ് അള്ളാഹു ഓരോ പ്രവാചകനെയും അയച്ചിട്ടുള്ളത്. എന്നിട്ട് ജുമഅക്ക് പോയിട്ട് അവിടെ കൂർക്കം വലിച്ചിട്ട് ഈ അറബിയിലുള്ള ഒരൊച്ച മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ, അല്ലാതെ അതിന്റെ അർത്ഥം ആർക്കും അറിയില്ല. എന്റെ സമസ്തക്കാരെന്ന് പറഞ്ഞാലും ഇത്രയും കാലം നിങ്ങൾ വെള്ളിയാഴ്ച നിസ്കരിക്കാൻ പോയിട്ട് അന്ന് പള്ളിയിൽ ഓതിയ ഖുതുബയുടെ അർത്ഥം പറഞ്ഞു തരാൻ കഴിയുന്ന ഒരൊറ്റ വ്യക്തി ഒന്ന് കടന്നു വരൂ, ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തണം. എന്താണ് ഖുതുബയിൽ ഓതിയത് എന്ന് ഓതുന്ന ഉസ്താദിന് പോലും അറിയുകയുണ്ടായില്ല. ഇതാണ് അതിന്റെ സത്യം. പക്ഷേ സലഫുകൾ പറയുന്നത് സൂറത്തുൽ ജുമ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാം, അതായത് കച്ചവടങ്ങൾ അവസാനിപ്പിക്കൂ, നിങ്ങളെല്ലാവരും അവിടെ പള്ളിയിൽ ഖുതുബ നടക്കുന്നുണ്ട്, അത് കേൾക്കാൻ വേണ്ടി ചെല്ലൂ എന്നാണ് സൂറത്തുൽ ജുമയിലൂടെ അല്ലാഹു തആല വ്യക്തമാക്കുന്നുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്ക്. അതായത് ഖുർആനായിട്ട് ബന്ധം വേണം ഉമ്മമാരെ. ഖുർആന്റെ പരിഭാഷ പഠിക്കുക തന്നെ വേണം. അള്ളാഹു ആണ് പറയുന്നത് അഫലാ യതദബ്ബറൂന ഖുർആൻ, അല്ലാതെ അഫലാ യതദബ്ബറൂന ഉസ്താദുമാരോടല്ല അള്ളാഹു പറയുന്നത്. അഫലാ യതദബ്ബറൂന ഖുർആൻ എല്ലാരോടും ആണ് പറയുന്നത് ഖുർആൻ പഠിക്കാന്.
അപ്പൊ ഖുർആന്റെ അർത്ഥം പഠിക്കൽ നിർബന്ധമായ കാര്യമാണ് എന്ന് നാം മനസ്സിലാക്കണം. കാരണം നാളെ ഖബറിൽ ചോദ്യമുണ്ട്, ഏതനുസരിച്ചിട്ടാണ് നീ ജീവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, നിന്റെ ഇമാമാരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നാം പറയണം ഖുർആനു ഇമാമി എന്ന് പറയാൻ സാധിക്കണം. അടുത്തതായി അവസാനിപ്പിക്കാനായി സുഹൃത്തുക്കളെ 13ാമത്തെ കാര്യം നാം പറഞ്ഞു. ഇനി 14ാമത്തത് ഖബറുകൾ പൊളിച്ചു മാറ്റുന്നവരാണ് എന്ന്. അതായത് വഹാബികൾ ഖബറുകൾ പൊളിച്ചു മാറ്റി എന്ന്. അതായത് സൗദി അറേബ്യയിലും മറ്റു സ്ഥലങ്ങളിലും ഭരണം വന്നപ്പോൾ അവർ ചരിത്രപ്രധാനമായ ഖബറിടങ്ങളും പുണ്യസ്ഥലങ്ങളും ഇടിച്ചു നിരത്തി എന്നാണ് ഇവർ വാദിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ യാഥാർത്ഥ്യം എന്താണെന്ന്. അതായത് അള്ളാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞത്, എന്റെ ഖബർ നിങ്ങൾ ഒരു ആരാധിക്കുന്ന വിഗ്രഹമാക്കി മാറ്റരുത് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അലി റളിയല്ലാഹുവിനോട് പൊങ്ങി നിൽക്കുന്ന എല്ലാ ഖബറുകളും നീ നിരപ്പാക്കണം അലിയെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എത്രയോ സഹാബിമാര് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകള്, അതായത് പിന്നെ വലിയ വലിയ സഹീഹുൽ ബുഖാരി പോലെയുള്ള ഹദീസുകളിൽ കാണാൻ സാധിക്കും നമുക്ക്. അതായത് അബൂദാവൂദിൽ കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളിൽ നമുക്ക് മറിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കുന്ന ഹദീസുകൾ കാണാം. എന്തേ ഖബറുകൾ കെട്ടിപ്പൊക്കരുത്, അവിടെ കുമ്മായം ഇടരുത്, അവിടെ എഴുതരുത്, ഖബറിൽ ഇരിക്കരുത്, അവിടെ ചവിട്ടരുത്. ഇങ്ങനെയുള്ള എത്രയോ കാര്യങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വസിയത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് വഹാബികൾ എന്ന് പറഞ്ഞുകൊണ്ടും ഇങ്ങനെ ജനങ്ങളെ കളിയാക്കിക്കൊണ്ടും ഞങ്ങളുടെ മനസ്സ് തളർത്താമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം അല്ലാഹു തആല ഞങ്ങളെ വളർത്തും. കാരണം ഞങ്ങൾക്ക് കൂട്ടി അള്ളാഹുവാണ്, അല്ലാതെ നിങ്ങളാരുമല്ല. നിങ്ങളെല്ലാവരും യഥാർത്ഥ ദീനിലേക്ക് വരാൻ വേണ്ടിയാണ് ഈ സഹോദരൻ ഇത്രയും 1 മണിക്കൂറിന്റെ അടുത്തായി ഇത്രയും ശബ്ദം നഷ്ടമാക്കിക്കൊണ്ട് എന്റെ ഉമ്മമാർക്കും എന്റെ ഉപ്പമാർക്കും വേണ്ടി സംസാരിക്കുന്നത്. അള്ളാഹുവാണ് സത്യം. 1 രൂപ ഇതിന്റെ പിന്നിൽ ഞാൻ കൈപറ്റുകയോ എനിക്ക് എവിടെ നിന്നും കിട്ടുകയോ അള്ളാഹുവാണ് സത്യം ചെയ്തിട്ടില്ല എന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുവാണ് സത്യം. ഞാൻ അറിഞ്ഞ സത്യങ്ങൾ, വിശുദ്ധ ഖുർആനിലൂടെ അറിഞ്ഞ സത്യങ്ങള്, അള്ളാഹു ഇറക്കി തന്ന ഖുർആനിലൂടെ പറയുന്ന സത്യങ്ങള്, എന്റെ ഉമ്മമാരെ 1 പ്രാവശ്യമെങ്കിലും നിങ്ങൾ വീടുകളിൽ നിങ്ങളെ ഉസ്താദുമാർക്ക് മദ്രസയിൽ കുട്ടികൾക്ക് ചെലവ് കൊടുക്കാറില്ലേ? ഈ ചെലവ് കൊടുക്കാൻ വേണ്ടി ഉസ്താദുമാർ നമ്മുടെ വീട്ടിൽ വരാറില്ലേ? ആ ഉസ്താദിനോടൊന്ന് ചോദിച്ചു നോക്കുക, ഉസ്താദെ ഈ നബിദിനാഘോഷം അള്ളാഹുവിന്റെ റസൂല് ചെയ്തിട്ടുണ്ടോ? ഉസ്താദെ ഈ ഖബർ പൂജ ഞങ്ങളെ റസൂല് ചെയ്തിട്ടുണ്ടോ? ഞങ്ങളെ റസൂല് ആരുടെയൊക്കെ ഖബർ സന്ദർശിച്ചിട്ടുണ്ട്? ഇങ്ങനെയുള്ള എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കും. പക്ഷെ അവർ ഒഴിഞ്ഞു മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനുമായി നമ്മൾ ചെല്ലുമ്പോൾ അവർ നമ്മിൽ നിന്നും ഒളിച്ചു പോകുന്നതായി കാണാൻ സാധിക്കുമെന്ന് അള്ളാഹുവാണ് പറയുന്നത്. സൂറത്തുൽ ബഖറയിലെ 7ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുകയാണ്, ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ. ഒന്ന് ചിന്തിച്ചു നോക്കൂ ഉമ്മമാരെ, അതായത് നിങ്ങളുടെ കാതുകൾക്ക് അല്ലാഹു മൂടിയിട്ടപ്പെട്ടിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ മനസ്സിൽ ഒന്നും കേൾക്കില്ല, നിങ്ങൾ ഖുർആൻ കേൾക്കാൻ തയ്യാറാകില്ല എന്ന് അല്ലാഹു പറയുന്നത്. തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സഹോദരൻ പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടക്കും. സാക്ഷാൽ ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിം ആയത് എങ്ങനെയാണ്? വിശുദ്ധ ഖുർആന്റെ പരിഭേഷ കേട്ടത് കൊണ്ടായിരുന്നു. ചിന്തിച്ചു നോക്കിയാൽ അറിയില്ലേ എത്ര ക്രൂരനായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. ഹത്താബിന്റെ മകൻ ഉമർ എത്ര വലിയ ദുഷ്ടനായിരുന്നു. ആ ഉമർ സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമെങ്കിൽ നമ്മൾക്കും പ്രവേശിക്കാൻ സാധിക്കും എന്റെ ഉമ്മമാരെ. അപ്പോൾ നമ്മൾ നമ്മുടെ അമലുകൾ വളരെ ഭംഗിയായി ചെയ്യുക. ശിർക്കിലേക്ക് ഒരിക്കൽ പോലും പോകരുത്. ഈ സമസ്ത എന്ന പ്രസ്ഥാനം നിങ്ങളെ വിളിക്കുന്നത് 90% എന്ന് പോലും ഞാൻ പറയുകയില്ല. കാരണം സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ അള്ളാഹു വ്യക്തമാക്കി കഴിഞ്ഞു, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഈ ഒരു അർത്ഥം അറിയുന്ന ഏതൊരു മനുഷ്യനും, നിങ്ങളെല്ലാം ഈ മൊബൈൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എത്ര ആയത്തുകൾ നിങ്ങളുടെ മൊബൈലിലൂടെ വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പുച്ഛത്തിലൂടെ തള്ളുകയല്ലേ ഉമ്മമാരെ ചെയ്യാറ്? നിങ്ങളൊന്ന് ഈ തള്ളൽ ഒഴിവാക്കിയിട്ട് ഈ ഖുർആൻ ഒന്ന് ശ്രദ്ധിച്ചു കേട്ട് കഴിഞ്ഞാൽ അല്ലാഹു തആല നിങ്ങൾക്കും നൽകും വിശുദ്ധ ഖുർആനിനോടുള്ളൊരു അടുപ്പം. ഈ അടുപ്പം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞങ്ങൾ ഇത്രയും കാലം ആചരിച്ചു പോന്നിരുന്നത് വെറും ഒരു കോമഡി സ്കിറ്റ് ആയിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വെറും ഒരു കോമഡിയാണ് ഈ സമസ്ത, ഈ പ്രസ്ഥാനം വെറും ഒരു കോമഡിയാണ്. ഞങ്ങൾക്കിപ്പോൾ ഈ മുജാഹിദുകൾക്ക് ചിന്തിച്ചു നോക്കുമ്പോൾ കോമാളികളായിട്ടാണ് ഇവര് നമുക്ക് തോന്നുക. കാരണം
ഇവർ ചെയ്യുന്ന ഒരു കാര്യങ്ങളും ഖുർആനിലില്ല എന്ന് കാണുമ്പോൾ നമ്മുടെ ഇടനെഞ്ച് പൊട്ടാറുണ്ടെങ്കിലും നമുക്ക് അവരോട് ദേഷ്യവും വരും ചില സമയത്ത്. എന്താണ് കാരണം? ഒന്ന് മനസ്സിലാക്കിക്കൂടെ എൻ്റെ ഉമ്മമാരെ, ഞങ്ങളല്ലേ പറയുന്നത് എന്ന് ഞങ്ങൾ ഓരോ മുജാഹിദുകളും സങ്കടപ്പെടാറുണ്ട്. എൻ്റെ പൊന്നുമ്മ, എൻ്റെ പൊന്നുപ്പ പോലും ഇപ്പോഴും അല്ലാഹു തആല അവർക്ക് ഹിദായത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾ ചിന്തിക്കണം, നൂഹ് നബി അലൈഹിസ്സലാം തന്റെ മകനോടും തന്റെ ഭാര്യയോടും എത്രയോ പ്രാവശ്യം കപ്പലിൽ കയറാൻ വേണ്ടി വിളിച്ചപ്പോഴും അള്ളാഹുവിന്റെ തൗഹീദ് പറഞ്ഞു കൊടുത്തപ്പോൾ ആ മകൻ പറഞ്ഞത്, മഴവെള്ളപ്പാച്ചിൽ വന്നു കഴിഞ്ഞാൽ ആ കാണുന്ന പർവ്വതത്തിന്റെ മുകളിലേക്ക് ഞാൻ ഓടിക്കയറുമെന്നായിരുന്നു പറഞ്ഞത്. അവസാനം വെള്ളത്തിൽ മുങ്ങിച്ചാകുമ്പോൾ പോലും അള്ളാഹു തആലാന്റെ പ്രവാചകൻ നൂഹ് നബി അലൈഹി സ്വലാം അവരെ വിളിക്കുകയാണ്. പക്ഷേ അവർ ഇസ്ലാം സ്വീകരിച്ചില്ല. ഇന്ന് അവരുടെ അവസ്ഥ എന്താണ് എന്റെ ഉമ്മമാരെ? ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അബൂജഹലിന്റെ മോനായ ഇക്രിമ അലൈഹി ഇസ്ലാമിന് അള്ളാഹു തആല ഹിദായത്ത് കൊടുക്കുകയാണ് ചെയ്തത്. എങ്ങനെയാണ്? ഇസ്ലാമിൽ ബാപ്പ സ്വർഗത്തിൽ കടന്നത് കൊണ്ട് മോന് കടക്കില്ല. ഇസ്ലാമിൽ അവനവന്റെ കർമ്മം മാത്രമാണ് ഇസ്ലാമിൽ ഏറ്റവും വലിയത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. അടുത്തതായി 15ാമത്തെ കാര്യമാണ് മയ്യിത്ത് നമസ്കാരത്തിന് ശേഷം ദുആ ചെയ്യാത്തത് എന്തുകൊണ്ട് എന്ന് ഇവര് പറയാറുണ്ട്. അതായത് മരണപ്പെട്ടയാൾക്ക് വേണ്ടി ഖബറടക്കത്തിന് ശേഷം മയ്യിത്ത് നമസ്കാരത്തിന് ശേഷം കൂട്ടായി പ്രാർത്ഥിക്കുന്നത് ഇവർ തടയുന്നു എന്നാണ് ഇവർ പറയുന്നത്. യാഥാർത്ഥ്യം എന്താണ് ഉമ്മമാരെ? മയ്യിത്ത് നമസ്കാരം എന്നത് തന്നെ മരണപ്പെട്ടയാൾക്ക് വേണ്ടിയുള്ള പൂർണ്ണമായ പ്രാർത്ഥനയാണ്. അതിനുശേഷം വീണ്ടും പ്രത്യേകതകളായി കൈ ഉയർത്തി കൂട്ടപ്രാർത്ഥന നടത്തുന്നത് പ്രവാചക ശരീരയിൽ ഇല്ലാത്തതാണ് എൻ്റെ ഉമ്മമാരെ. സാന്ദർഭികമായി നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഇപ്പോൾ ഈ ചർച്ച ചെയ്ത 15 പോയിന്റുകളിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. സമസ്ത സലഫികൾക്കെതിരെ ഉന്നയിക്കുന്ന പല കാര്യങ്ങളും ആരോപണങ്ങളും സലഫികളുടെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് എന്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഇവിടെ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. എന്റെ കർമ്മം ഞാൻ നടത്തിയിട്ടുണ്ട്. എന്റെ ഉമ്മമാരെ, നാളെ മഹ്ശറിൽ പറയണം, എന്റെ പേര് ഷഫീഖ്, എന്റെ നാട്ടുകളില് നിങ്ങൾ പറയണം, ഇങ്ങനെ നാട്ടുകളിലൊരു ഷഫീഖ് ഞങ്ങളോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു എന്ന് എന്റെ നാളെ മഹ്ശറിൽ എന്റെ ഉമ്മമാരെ നിങ്ങൾ പറയേണ്ടി വരും. നിങ്ങൾ പറയണം, ആ ഒരു കൊച്ച്, ആ ഒരു സഹോദരൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു എന്ന് നാളെ നിങ്ങൾ പറയണേ. കാരണം സത്യം മനസ്സിലാക്കിയ ഒരാൾക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങളെ സുഹൃത്ത് നിങ്ങളെ തോളിൽ കൈയിട്ടുകൊണ്ട് നിങ്ങളെ കൊല്ലാനാണ് കൊണ്ടുപോകുന്നത് എന്ന് അക്ഷരാർത്ഥത്തിൽ അപ്പുറത്ത് നിന്നുകൊണ്ട് മനസ്സിലാക്കിയ ഒരാള് പിന്നീട് അവനെ വിശ്വസിക്കുമോ സുഹൃത്തെ? അപ്പോഴും ഈ ഇദ്ദേഹം പറയുന്നത് വിശ്വസിക്കാതെ സ്വന്തം കൂട്ടുകാരനെ വിശ്വസിച്ചുകൊണ്ട് വലിയ ഒരു കൊക്കയിലേക്ക് അവനെ കൊണ്ടുപോയി തള്ളിയിടുകയാണ്. അപ്പുറത്ത് നിൽക്കുന്ന കൂട്ടുകാരൻ പറയുന്നത് കേൾക്കാതെ ഉറ്റ ചങ്ങാതിയെ വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം മരണപ്പെടുകയാണ്. എന്റെ ഉമ്മമാരെ, ഇതിൽ നിന്നും ഒരു പാഠമുണ്ട്. നമ്മൾ പറയുന്നത് മുഴുവൻ അങ്ങ് മുഴുങ്ങിക്കളയരുത്. അതായത് ഇസ്ലാമിക പ്രമാണങ്ങളിലൂടെ എന്താണോ അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചു തന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടില്ല. കാരണം അള്ളാഹിന്റെ ഖുർആൻ പഠിച്ചത് കൊണ്ട് ഒരാൾ കേടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹ് നാളെ നമ്മളെ രക്ഷിക്കില്ലേ? ഖുർആൻ വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉണ്ടാവും നമുക്ക്. പക്ഷേ അള്ളാഹുവിനോട് വെല്ലുവിളിക്കുന്ന ജാറങ്ങളും ഇങ്ങനെയുള്ള മാലക്കിതാബുകളും പാളക്കിതാബുകളും നാം കൊണ്ടുപോയി വലിച്ചെറിയേണ്ട കാലം കഴിഞ്ഞു. ഉമ്മമാരെ, നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ സഹോദരൻ എന്റെ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് എന്ന് വളരെ സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയുമാണ്. അതായത് പിന്നെ ഒരു ആചാരം പാരമ്പര്യമായി ചെയ്തു പോകുന്നു എന്നതുകൊണ്ട് മാത്രം അത് ഇസ്ലാമികമാകില്ല ഉമ്മമാരെ. മറിച്ച് അതിന് ഖുർആന്റെയും ഹദീസിന്റെയും പിൻബലമുണ്ടോ എന്നാണ് നാം ഏവരും ശ്രദ്ധിക്കേണ്ടത്. മതപരമായ തർക്കങ്ങൾ പലപ്പോഴും ജനങ്ങളിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ അന്ധമായ ഒരു വിഭാഗത്തെ പിന്തുടരുന്നതിന് പകരം ഇരു വിഭാഗത്തിന്റെയും വാദങ്ങളും അവ ഉയർത്തുന്ന പ്രമാണങ്ങളും നിഷ്പക്ഷമായി പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. സത്യാവസ്ഥ എന്തെന്ന് സ്വയം ചിന്തിച്ചു മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ. എല്ലാ ദിവസവും സുബഹിക്ക് എണീറ്റ് തഹജ്ജുദിൽ അള്ളാഹുവിനോട് പറയുക, അള്ളാഹുവേ, ഏതാണ് യഥാർത്ഥ ദീന്? ആ ദീനിലേക്ക് എന്നെ ചേർക്കണേ എന്ന് എന്റെ ഉമ്മമാരെ ഉപ്പമാരെ ഇന്ന് മുതൽ നിങ്ങൾ തഹജ്ജുദിൽ എണീറ്റുകൊണ്ട് അള്ളാഹുവിനോട് പറയണം. അപ്പോൾ അള്ളാഹു തആല നമ്മെ യഥാർത്ഥ ദീൻ ഏതാണോ അതിലേക്ക് അള്ളാഹു നമ്മെ വഴി നടത്തുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്
എങ്ങനെയാണ് എന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ ഉമ്മമാരെ, ഉപ്പമാരെ. ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഞാൻ ഈ ചെലവാക്കിയ എന്റെ ശബ്ദം, ഞാൻ ഈ കഷ്ടപ്പെട്ട എന്റെ കഷ്ടപ്പാട് 1000 പേരെങ്കിലും കാണണമെന്ന് ഈ സഹോദരൻ ആഗ്രഹിക്കുന്നുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മറ്റൊരു പ്രധാന വിഷയമായി വീണ്ടും കാണാമെന്ന ഓർമ്മപ്പെടുത്തലോടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.